ഓക്കെ. സോ നമ്മൾ ഇന്നലെ എവിടെ വരെയായിരുന്നു എടുത്തു നിർത്തിയേ? ഡോക്യുമെന്ററി കളക്ഷൻസ് ആൻഡ് ഡ്രാഫ്റ്റ് വരെയല്ലേ എടുത്തു നിർത്തിയേ? ഇനി ഓപ്പൺ അക്കൗണ്ട്. ഇനി അടുത്തത് ഓപ്പൺ അക്കൗണ്ട്. ഓപ്പൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, ക്രെഡിറ്റ് സെയിലിനെ തന്നെയാണ് ഓപ്പൺ അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സെയിൽ നടത്തും, ഫ്യൂച്ചർ പീരീഡിൽ പേയ്മെന്റ് നടത്തിക്കോളാന്ന് പറഞ്ഞ് ഒരു സെയിൽ നടത്തുന്നു, അതാണ് ഓപ്പൺ അക്കൗണ്ട്. അപ്പൊ ഇതില് പേയ്മെന്റ് യൂഷ്വലി പേയ്മെന്റ് നടത്തുന്നത് വയർ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ചെക്കോ ഉപയോഗിച്ചാണ് ഇതില് പേയ്മെന്റുകൾ നടത്തുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഓപ്പൺ അക്കൗണ്ടിലാണ് സെയിൽ നടത്തിയത് എങ്കിൽ ബയർ പേ ചെയ്തില്ല എങ്കിൽ, അതായത് കംപ്ലീറ്റ് റിസ്കും സെല്ലറിന്റെ കയ്യിലായിരിക്കും. ഓക്കെ. പിന്നെ ഓപ്പൺ അക്കൗണ്ടിൽ എപ്പോഴും സെല്ലർ ഒരു നല്ല ക്രെഡിറ്റ്, അതായത് നല്ല ക്രെഡിറ്റ് വർത്തി ആയ ആൾക്ക് മാത്രമേ കൊടുക്കൂ, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ള ആൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് എല്ലാ റിസ്കും ബെയർ ചെയ്യേണ്ടി വരുന്നത് സെല്ലറാണ്. സോ സെല്ലർ കിട്ടാൻ ചാൻസ് ഉണ്ടോ, പോസിബിലിറ്റി ഉണ്ടോ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്തി ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് കൺസൈൻമെന്റ്. കൺസൈൻമെന്റ് എന്താണെന്നറിയാവോ? കൺസൈൻമെന്റ് അറിയോ? കൺസൈൻമെന്റ് എന്താന്ന്? എന്താ കൺസൈൻമെന്റ്? അതായത് എന്താ കൺസൈൻമെന്റിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ. കൺസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പേയ്മെന്റ് മെത്തേഡ് എന്നതിനേക്കാളും അതൊരു സെല്ലിംഗ് മെത്തേഡാണ്. കൺസൈൻമെന്റിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ സെയിൽ ചെയ്യുന്ന ആള് അതെ ഗുഡ്സ്, അതെ യെസ്, ഗുഡ്സ് ഇമ്പോർട്ട്, അതായത് ഗുഡ്സ് സെല്ല് ചെയ്യും. ആർക്കാ സെല്ല് ചെയ്യുന്നത്? ഇമ്പോർട്ടറിനാണ് സെല്ല് ചെയ്യുന്നത്. അതായത് ഒരു കൺട്രിയിൽ നിന്ന് ഒരു ഇമ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവർ സെല്ല് ചെയ്യും. പക്ഷെ അവർ എന്ത് ചെയ്യും? ഗുഡ്സ് മാത്രമേ കൊടുക്കുള്ളൂ. അതിന്റെ ആക്ച്വൽ ടൈറ്റില് സെല്ലറിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. ഓക്കെ. ഈ ഇമ്പോർട്ടറിനും ഗുഡ്സിന് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ. ഇമ്പോർട്ടർ ഈ ഗുഡ്സ് എന്ത് ചെയ്യും? തേർഡ് പാർട്ടിക്ക് വിൽക്കും. സോ ഇമ്പോർട്ടർ ഈ ഗുഡ്സ് തേർഡ് പാർട്ടിക്ക് വിറ്റതിന് ശേഷം മാത്രമേ സെല്ലർ പേയ്മെന്റ് റിസീവ് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഓക്കെ. അതായത് സെല്ലർ ഇമ്പോർട്ടറിന് സെല്ല് ചെയ്യും, പക്ഷെ അതിന്റെ ടൈറ്റിൽ അവർ റീറ്റെയിൻ ചെയ്യും. വൺസ് ഇമ്പോർട്ടറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടർ അത് തേർഡ് പാർട്ടിക്ക് കൊടുക്കും. തേർഡ് പാർട്ടിക്ക് സോൾഡ് ചെയ്തതിന് മാത്രം അല്ലെങ്കിൽ സെല്ല് ചെയ്തതിന് ശേഷം മാത്രമേ എക്സ്പോർട്ടർ, അതായത് വിൽക്കുന്ന ആള് പേയ്മെന്റ് റിസീവ് ചെയ്യുള്ളൂ. ഓക്കെ. സോ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് സെല്ല് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ശരിക്കും ഒരു റിസ്കിയസ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഒരു ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേപ്പേഴ്സ് ഒന്നും അധികം ഇല്ല. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടർ പേ ചെയ്തില്ലെങ്കിൽ അവർക്ക് പേയ്മെന്റ് കിട്ടില്ല. അതായത് പ്രൊഡക്റ്റ് പോവും, പക്ഷെ പേയ്മെന്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും കൺസൈൻമെന്റ് കൂടുതലും സബ്സിഡറി കമ്പനീസ്, അതായത് പേരന്റ് കമ്പനി സബ്സിഡറി കമ്പനീസിനൊക്കെ സാധാരണ കൺസൈൻമെന്റ് ചെയ്യാറുള്ളൂ. ഓക്കെ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് ക്രെഡിറ്റ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി
അല്ലെങ്കിൽ പേയ്മെന്റ്സ് ഇന്റർനാഷണൽ ട്രേഡില് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുമ്പോൾ അത് പേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരു സെല്ലർ ഇപ്പം ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സെല്ലർ ആണെന്ന് വിചാരിക്കാം. പക്ഷെ ഈ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്ത സെല്ലർ ആവുമ്പോൾ ഈ സെല്ലറിന് ഈ ക്രെഡിറ്റ് കാർഡിന്റെ കുറെ പ്രോസസ്സിംഗ് ഫീ അങ്ങനെ പറഞ്ഞ ഒരുപാട് ഫീസ് ഇൻകർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡിന് നമുക്കറിയാം, നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് പ്രോസസ്സിംഗ് ഫീസ് ഒക്കെ അടയ്ക്കാനുണ്ട്. സോ ക്രെഡിറ്റ് കാർഡ് അധികം ആരും തന്നെ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാൽ അധികം ഒത്തിരി യൂസ് ചെയ്യാറില്ല, എന്നാലും പേയ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രെഡിറ്റ് കാർഡ്. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇനി അടുത്തത് കൗണ്ടർ ട്രേഡ് അല്ലെങ്കിൽ ബാർട്ടർ. അതായത് കൗണ്ടർ ട്രേഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് ബയ്യറിന് കറൻസി കൺവേർഷന്റെ ആക്സസ് ഇല്ലെങ്കിൽ, അതായത് ബയ്യറിന് കറൻസി, അതായത് നമ്മുടെ ഇപ്പം വാങ്ങുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് നമ്മുടെ സെല്ലറിന്റെ കറൻസിയിലേക്ക് അയാളുടെ കറൻസിയെ കൺവേർട്ട് ചെയ്യാനുള്ള ആക്സസ് ഇല്ലാത്തപ്പോ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് അൺഫേവറബിൾ ഒക്കെ ആവുമ്പോൾ എന്ത് ചെയ്യും, ബയ്യറും സെല്ലറും കൂടി ഒരു മ്യൂച്വൽ ആയിട്ട് ഒരു എഗ്രിമെന്റ് പോലെ, അതായത് ഒരാള് ഒരു കൺട്രിയിൽ നിന്ന് സെയിൽ നടത്തും, അതിന് എക്സ്ചേഞ്ച് ആയിട്ട് അയാൾ ഒരു പർച്ചേസും കൂടെ നടത്തും. മനസ്സിലായോ? അതായത് പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം, കൗണ്ടർ ട്രേഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? അതായത് മീഡിയം കറൻസിനെ അല്ല മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആക്കി എടുക്കുന്നത്. അതായത് ഒരാള് ഗുഡ്സ് അങ്ങോട്ട് കൊടുക്കും, ആ ഗുഡ്സിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും അതിന് ഈക്വലന്റ് ആയ മറ്റെന്തെങ്കിലും സാധനം അവിടുന്ന് പർച്ചേസ് ചെയ്യും. ഇതാണ് ബാർട്ടർ സിസ്റ്റത്തിൽ നടക്കുന്നത്. ഇനി ഇത് കൂടാതെ ഉള്ള ബാർട്ടർ സിസ്റ്റം മാത്രമല്ല, പിന്നെ വേറെയും കൗണ്ടർ ട്രേഡ് ഉണ്ട്. കൗണ്ടർ ട്രേഡിൽ ഒരെണ്ണമാണ് കൗണ്ടർ പർച്ചേസ്. കൗണ്ടർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലർ ഒരു സാധനം വിൽക്കും, അയാൾക്ക് അതിന് ക്യാഷ് കിട്ടും, എപ്പോഴും ക്യാഷ് കിട്ടും. പക്ഷേ ആ ക്യാഷ് ഉപയോഗിച്ച് അയാൾ ആ കൺട്രിയിൽ നിന്ന് തന്നെ ഒരു സാധനം വാങ്ങിയിരിക്കണം. മനസ്സിലായോ? അതായത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ സെല്ലറിന് പൈസ കിട്ടും, പക്ഷെ ആ പൈസ ഉപയോഗിച്ച് അവർ ആ കൺട്രിയിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു ഗുഡ്സ്, ആ എമൗണ്ടിനുള്ള ഒരു ഗുഡ്സ് വാങ്ങിയിരിക്കണം. ഇനി കോമ്പൻസേഷൻ ഡീൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പാർഷ്യൽ ആയിട്ട്, ഇപ്പൊ നമ്മളൊരു 1000 രൂപയുടെ സാധനം വിൽക്കുവാണെങ്കിൽ 500 രൂപ ക്യാഷ് ആയിട്ട് കിട്ടും, 500 രൂപ ഗുഡ്സ് ആയിട്ടും കിട്ടും. മനസ്സിലായോ? അതാണ് കോമ്പൻസേഷൻ ഡീല്. ഇനി ബൈബാക്ക്. ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൈബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു പ്രത്യേക സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, ഇപ്പൊ ഒരു എക്യുപ്മെന്റോ അല്ലെങ്കിൽ ടെക്നോളജിയോ അങ്ങനത്തെ ഒക്കെ സാധനങ്ങള് നമ്മൾ വിൽക്കും, അതിനവർക്ക് എമൗണ്ടും കിട്ടും. പക്ഷേ എന്തുണ്ടാവും? ഒരു എഗ്രിമെന്റ് ഉണ്ടാകും, ഇത്ര സമയം കഴിയുമ്പോൾ ഇത് ബൈബാക്ക് ചെയ്തോളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ബൈബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി വരുന്നത്
ഫിനാൻസിങ് ഇന്റർനാഷണൽ ട്രേഡ് ട്രാൻസാക്ഷൻ. മെത്തേഡ്സ് ഓഫ് ഫിനാൻസിങ് ഇന്റർനാഷണൽ ട്രേഡ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, എന്തൊക്കെ മെത്തേഡാണ് ഇന്റർനാഷണൽ ട്രേഡ് ട്രാൻസാക്ഷൻസ് ഫിനാൻസ് ചെയ്യാനുള്ളതെന്ന്. ഒന്നാമത്തത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണെന്നറിയാവോ? ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കേട്ടിട്ടുണ്ടോ? എന്താണ്? കൊമേഴ്ഷ്യൽ പേപ്പർ അല്ല. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സെല്ലർ, നമുക്കറിയാലോ പുറത്തെ, ഇത് ഇന്റർനാഷണൽ ഫിനാൻസിന്റെ കാര്യം, അതായത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷന്റെ കാര്യമാണ് പറയുന്നത്. സോ എങ്ങനെയായിരിക്കും, നമ്മളിപ്പോ ഒരു സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സെയിൽ ഭയങ്കര ഗ്യാരണ്ടി കൊടുക്കുന്നതല്ല, നമ്മളൊരു സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മള് പ്രൊഡക്റ്റ് സെല്ല് ചെയ്തിട്ട് ബൈ ചെയ്യുന്ന ആളുടെ ബാങ്കിൽ നിന്നാണല്ലേ എമൗണ്ട് ഇങ്ങോട്ട് വരുന്നത്, നമ്മുടെ സെല്ലറിന്റെ അക്കൗണ്ടിലോട്ട് വരുന്നത്. സോ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി എന്താന്ന് വെച്ചാല് അവരിൽ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റില് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഇത്ര ഈ ഇന്ന കുറച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് ബയ്യർ പറയും, ബയ്യറിന്റെ ബാങ്ക് പറയും. അതാണ് ശരിക്കും ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഗ്രിമെന്റോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നത്. ഡോക്യുമെന്റ്സ്, ബിൽ ഓഫ് ലേഡിങ്, അല്ലെങ്കിൽ ഫ്രൈറ്റ് ഡോക്യുമെന്റ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ബയ്യറിന്റെ ബാങ്ക് സെല്ലറിനോട് സബ്മിറ്റ് ചെയ്യാൻ പറയും. സോ അവര് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവര് പേയ്മെന്റ് കൊടുക്കുള്ളൂ. ക്ലിയർ ആയോ? അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഓക്കെ, ഇനി ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ കുറച്ച് അതായത് ഇന്ന സാധനം ഇന്ന ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെല്ലറിന് ഒരു അഷുറൻസ് കിട്ടും, എന്തായാലും പേയ്മെന്റ് കിട്ടുമെന്ന്. അതുപോലെ ബയ്യറിന് ഒരു അഷുറൻസ് കിട്ടും, എന്തായാലും ഗുഡ്സ് ഒക്കെ റിസീവ് ചെയ്യുമെന്ന്. ക്ലിയർ ആയോ? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇറിവോക്കബിൾ ആണ്. അതായത് ഇതില് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ബയ്യറും സെല്ലറും എഗ്രി ചെയ്താൽ മാത്രമേ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ അല്ല, കൊമേഴ്ഷ്യൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന് ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും റിസ്കുകളും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ റിസ്ക് എന്താന്ന് വെച്ചാല്, ഏതെങ്കിലും ഒരു എക്സാക്ട് ഡോക്യുമെന്റ് അവർക്ക് കാണിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ ബിൽ ഓഫ് ലേഡിങ് കാണിക്കാൻ പറഞ്ഞു, ബിൽ ഓഫ് ലേഡിങ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല സെല്ലറിന്. സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ബയ്യർ അതിന്റെ ഷിപ്മെന്റ് അതായത് റിജക്ട് ചെയ്യും. അതായത് എല്ലാം കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ട്രാൻസാക്ഷൻസ് അവിടെ വെച്ച് നിർത്തിപ്പോകും, ഷിപ്മെന്റ് റിജക്ട് ചെയ്യും. ഓക്കെ, അതായത് ആ ബയ്യർ ആ സാധനം വാങ്ങുകയല്ല, ഷിപ്മെന്റ് റിജക്ട് ചെയ്യും. ഇതാണ് ഒരു റിസ്ക്. ഓക്കെ, അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറയാനുള്ളത്. ഇനിയുള്ളത് സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ട്. ഇത് കൊമേഴ്ഷ്യൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. കൊമേഴ്ഷ്യൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് മനസ്സിലായോ? കൊമേഴ്ഷ്യൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെ കുറിച്ച് പറഞ്ഞത്. ഇനിയുള്ളത് സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് കുറച്ചും കൂടെ ഗ്യാരണ്ടി നൽകുന്നത്. അതായത് സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റില്
ക്രെഡിറ്റിന്റെ ഒരു പ്രത്യേകത, ഇതിൽ സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബയ്യറിന്റെ ബാങ്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഇഫ് ബയ്യർ ഫെയിൽസ് ടു പേ, അതായത് ബയ്യർ പേ ചെയ്തില്ല എങ്കിൽ ബാങ്ക് ആ എമൗണ്ട് പേ ചെയ്യുമെന്ന്. അതാണ് സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ പ്രത്യേകത. മനസ്സിലായോ? ഓക്കെ. പിന്നെ ബയ്യറിന്റെ ബാങ്ക് ആയിരിക്കുമല്ലോ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് സെല്ലറിന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുന്നത് ബയ്യറിന്റെ ബാങ്ക് ആയിരിക്കുമല്ലോ. അപ്പം ബാങ്ക് ഈ ആരുടെയാ ബയ്യറിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കും. അതായത് കാരണം ഗ്യാരണ്ടി കൊടുക്കുവാണല്ലോ, സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒക്കെ കൊടുക്കുന്നത് വഴി അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് വഴി ബയ്യറിന്റെ ബാങ്ക് പറയാണ് ബയ്യർ പേ ചെയ്തില്ല എങ്കിൽ ബാങ്ക് പേ ചെയ്തോളാന്ന് പറയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇതിനു മുന്നേ, അതായത് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ബയ്യറിന്റെ ബാങ്ക് ബയ്യറിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കും. ഓക്കെ. ഇതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെ കുറിച്ച് പറയാം. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് എന്താ പറയാ, ചില സമയത്ത് ഈ ബയ്യറിന്, അതായത് ബയ്യറിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കിയിട്ടാണല്ലോ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എല്ലാം ഫുൾഫിൽ ചെയ്താൽ, സെല്ലർ എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ബയ്യറിന് പൈസ ഇല്ല എങ്കിൽ നമ്മുടെ ബയ്യറിന്റെ ബാങ്ക് എന്ത് ചെയ്യും? ലോൺ കൊടുക്കും. ഓക്കെ, ലോൺ കൊടുക്കും. ബയ്യർ പേയ്മെന്റ് നടത്തും, പക്ഷെ അത് ബയ്യറിന്റെ ലോൺ ആക്കിയിട്ട് പേയ്മെന്റ് നടത്തും. സോ ബയ്യറാണ്, ബൈ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആള് അതിന്റെ പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും എല്ലാം പേ ചെയ്യണം. ക്ലിയർ ആയോ? ഇത്രയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി പറയുന്നത് അക്കൗണ്ട് റിസീവബിൾ ഫിനാൻസിങ്. ഓക്കെ, അക്കൗണ്ട് റിസീവബിൾ ഫിനാൻസിംഗിന് പറയുന്നത്, ഇപ്പോ ലെറ്റർ ഓഫ് ക്രെഡിറ്റോ അല്ലെങ്കിൽ സൈറ്റ് ഡ്രാഫ്റ്റോ ഒന്നുമില്ലാതെ ഒരു ഇമ്പോർട്ടറിന് ഗുഡ്സ് കൊടുക്കാന്ന് വിചാരിക്കാം. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ആള് ഫ്യൂച്ചറിൽ പേയ്മെന്റ് നടത്തുമെന്നോർത്ത് ഓപ്പൺ അക്കൗണ്ട് ആയിരിക്കുമല്ലോ, അതായത് ലെറ്റർ ഓഫ് ക്രെഡിറ്റോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഓപ്പൺ അക്കൗണ്ടിൽ ഒരു സാധനം ഇമ്പോർട്ടറിന് വിൽക്കുവാണെങ്കിൽ എക്സ്പോർട്ടർ എന്ത് ചെയ്യുന്നറിയോ? എക്സ്പോർട്ടർ എപ്പോഴും അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കുമല്ലോ. പിന്നെ നമുക്കറിയാം, നമ്മൾ ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ട് റിസീവബിൾ ആണല്ലേ. നമ്മൾ എക്സ്പോർട്ടർ ഒരു സാധനം സെല്ല് ചെയ്താൽ അതിനെ നമ്മൾ എന്താക്കി എടുക്കുന്നത്? അത് അക്കൗണ്ട് റിസീവബിൾ ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ. ക്യാഷ് കിട്ടാത്ത ഒരു സാധനം നമ്മൾ സെയിൽ നടത്തി പക്ഷെ ക്യാഷ് കിട്ടിയിട്ടില്ല, അതെന്താ? അക്കൗണ്ട് റിസീവബിൾ ആണ്. സോ ഇപ്പോ എക്സ്പോർട്ടറിന് അത്യാവശ്യമായിട്ട് ക്യാഷ് വേണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് വേണമെങ്കിൽ എക്സ്പോർട്ടറിന് ഈ അക്കൗണ്ട് റിസീവബിൾ ഉപയോഗിച്ച് ബാങ്കിൽ കൊണ്ട് കൊടുത്താല് ക്യാഷ് മേടിക്കാം. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ ഫാക്ടറിങ് ഒക്കെ പറയില്ലേ, ഫാക്ടറിങ് ഒക്കെ പറയുന്നത് പോലെ തന്നെ ഈ അക്കൗണ്ട് റിസീവബിൾ ഉപയോഗിച്ച്, അതായത് അവിടുന്ന് കിട്ടുന്ന അക്കൗണ്ട് റിസീവബിൾ ബാങ്കിൽ കൊടുത്താൽ ബാങ്കിൽ നിന്ന് അതില് ലോണ്, ഒരു ഷോർട്ട് ടൈം ലോണ്, ചെറിയ ലോൺ കിട്ടും. പിന്നെ ഇവര് എന്താ പറയാ, അപ്പൊ ഈ ബാങ്ക് ഈ ലോൺ കൊടുക്കുന്നതിന് മുന്നേ എക്സ്പോർട്ടറിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കും. അതായത് ഇൻ കേസ് ഈ അക്കൗണ്ട് റിസീവബിൾ കിട്ടിയില്ലെങ്കിലും ഇവർക്ക് പേ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കും.
എന്നിട്ടാണ് അക്കൗണ്ട് റിസീവബിളിന്റെ മേലെ ലോൺ കൊടുക്കുന്നത്. സോ ഇപ്പൊ ഇമ്പോർട്ടർ പേ ചെയ്തില്ല എങ്കിൽ, ഇമ്പോർട്ടർ റിസീവബിൾ പേ ചെയ്തില്ല എങ്കിൽ ഈ എക്സ്പോർട്ടർ ലോൺ റീപേ ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ ഇതിൽ പറയാനുള്ളത് പിന്നെ ഫോറിൻ അക്കൗണ്ട് അതായത് പുറത്തോട്ടൊക്കെ നമ്മൾ സെയിൽ നടത്തുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ എപ്പോഴും ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നാ പറയുന്നത്. അതെന്തിനാന്ന് വെച്ചാല് ഈ താഴെ പറയുന്ന 2 റിസ്ക് ഉണ്ട്. ഈ കൊമേഴ്ഷ്യൽ റിസ്കും പൊളിറ്റിക്കൽ റിസ്കും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി എപ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ ഒരു ഇൻഷുറൻസ് എടുക്കും. കൊമേഴ്ഷ്യൽ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് കസ്റ്റമർ ഇൻസോൾവെന്റ് ആയാൽ, അല്ലെ അവരുടെ ക്യാഷ് പ്രോബ്ലംസ് വന്നാൽ, കറൻസി റിസ്ക് വന്നാൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിസ്ക് വരുന്ന അവരുടെ കറൻസി നമ്മുടെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഈ ഇൻഷുറൻസ് അത് കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടർ എപ്പോഴും ഒരു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് എടുത്തിരിക്കണമെന്ന്. ക്ലിയർ ആയോ? ഇതാണ് അക്കൗണ്ട് റിസീവബിൾ ഫിനാൻസിങ്. ഇനി പറയുന്നത് ക്രോസ് ബോർഡർ ഫാക്ടറിങ്. ക്രോസ് ബോർഡർ ഫാക്ടറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ ഫിനാൻസിങ്ങിന്റെ വേറൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഇതിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ അക്കൗണ്ട് റിസീവബിൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആള്, എക്സ്പോർട്ടർ ഈ അക്കൗണ്ട് റിസീവബിൾ ഒരു തേർഡ് പാർട്ടിക്ക് വിൽക്കും. ആരാ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആരാ? ഫാക്ടർ. ഫാക്ടറിന് വിൽക്കും. സോ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്ക്, അതായത് നിങ്ങൾക്ക് അറിയോ ഫാക്ടറിംഗ് എന്ന് പറയുന്നത് വിത്തൗട്ട് റീകോഴ്സും ഉണ്ട്, വിത്ത് റീകോഴ്സും ഉണ്ട്. അതെന്താണെന്നറിയോ? വിത്തൗട്ട് റീകോഴ്സും വിത്ത് റീകോഴ്സും. അതായത് റിസീവബിൾ നമുക്ക് വിത്തൗട്ട് റീകോഴ്സ് ആയിട്ടും സെല്ല് ചെയ്യാം, അതായത് ഫാക്ടറിംഗ് നടത്താം. വിത്ത് റീകോഴ്സ് ആയിട്ടും ഫാക്ടറിംഗ് നടത്താം. എന്താണെന്നറിയോ വിത്തൗട്ട് റീകോഴ്സ് അല്ലെങ്കിൽ വിത്ത് റീകോഴ്സ് എന്ന് പറഞ്ഞാല്? ഓക്കെ, വിത്തൗട്ട് റീകോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അക്കൗണ്ട് റിസീവബിൾ ഫാക്ടറിന് കൊടുക്കൂലോ, കൊടുത്തിട്ട് ഒരു എമൗണ്ട് ഫാക്ടറിന് കിട്ടും. സോറി, ഫാക്ടറിന് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് കിട്ടും, അല്ലെ? അപ്പോ വിത്തൗട്ട് റീകോഴ്സ് ആണെങ്കിൽ, വിത്തൗട്ട് റീകോഴ്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ വിൽക്കുന്നത് എങ്കിൽ ഫാക്ടർ ബയറിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയില്ല എങ്കിലും സെല്ലറിന്റെ അടുത്ത് പൈസ വാങ്ങാൻ വരില്ല. മനസ്സിലായോ? അതായത് സെല്ലർ ഉണ്ട്, ബയർ ഉണ്ട്, ഫാക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മളൊരു സാധനം സെല് ചെയ്തു, നമുക്ക് അക്കൗണ്ട് റിസീവബിൾ കിട്ടി, നമുക്ക് പെട്ടെന്ന് പൈസക്ക് ആവശ്യം വരുമ്പോൾ ഈ സെല്ലർ ഫാക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പൊ 2 തരത്തിൽ കൊണ്ടുപോകാം. ഈ റിസീവബിൾ കൊടുക്കുമ്പോൾ വിത്തൗട്ട് റീകോഴ്സിനും കൊടുക്കാം, വിത്ത് റീകോഴ്സിനും കൊടുക്കാം. വിത്തൗട്ട് റീകോഴ്സ് ആണെങ്കിൽ പിന്നെ ഈ എക്സ്പോർട്ടർ അല്ലെങ്കിൽ ഈ സെല്ല് ചെയ്യുന്ന ആൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. വിറ്റ് കഴിഞ്ഞാൽ വൺസ് ഫാക്ടറിന് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറിന്റെയാണ് അക്കൗണ്ട് റിസീവബിൾ. ആ റിസീവബിളിൽ നിന്ന് എമൗണ്ട് ബയറിന് ഇടുന്ന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് സെല്ലറിനെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ വിത്ത് റീകോഴ്സ് ആണ് എങ്കിൽ ബയർ തന്നില്ല എങ്കിൽ സെല്ലർ കൊടുക്കേണ്ടി വരും. ക്ലിയർ ആയോ? സോ വിത്തൗട്ട് റീകോഴ്സ് ആണെങ്കിൽ ഫാക്ടർ ആണ് നോൺ പേയ്മെന്റിന്റെ റിസ്ക് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ റിസീവബിൾ വാങ്ങുമ്പോ ഫാക്ടർ ഈ ഫോറിൻ ബയറിന്റെ അല്ലെങ്കിൽ ഈ ഇമ്പോർട്ടറിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ നോക്കിയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി പറയുന്നത്
ക്രോസ് ബോർഡർ, ഇതിപ്പോ ഞാൻ ഫാക്ടറിങ് എന്താണെന്നാണല്ലോ പറഞ്ഞത്. ഇനി ക്രോസ് ബോർഡർ ഫാക്ടറിങ്. ക്രോസ് ബോർഡർ ഫാക്ടറിങ് എന്ന് വെച്ചാല് ഇപ്പോ ക്രോസ് ബോർഡർ ഫാക്ടറിങ് വരുന്നത് ഇപ്പൊ രണ്ടും, അതായത് സെല്ല് ചെയ്യുന്ന ആള് ഒരു കൺട്രിയില്, വാങ്ങുന്ന ആള് മറ്റൊരു കൺട്രിയിലാണല്ലോ. സോ സെല്ല് ചെയ്യുന്ന ആള് സെല്ലറിന്റെ കൺട്രി അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുടെ കൺട്രിയിലുള്ള ഫാക്ടറിന്റെ കയ്യിലായിരിക്കും അക്കൗണ്ട് റിസീവബിൾ കൊടുക്കുന്നത്. ആ എക്സ്പോർട്ടറിന്റെ ഫാക്ടറി എന്ത് ചെയ്യും? ഈ ബയർ ഉള്ള കൺട്രിയിലെ ഒരു ഫാക്ടറിന് ഇത് വിൽക്കും. മനസ്സിലായോ? അതായത് ഇന്ത്യയും യു എസും, ഓക്കെ, ഇന്ത്യയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് യു എസിലേക്ക് സെയിൽ ചെയ്തു ഒരു 10,000, അല്ല പൈസ വേണ്ട, 10,000-ന് ആയിക്കോട്ടെ, 10,000-നെയാണ് സെയിൽ ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് ഇന്ത്യയിലുള്ള ആള് അമേരിക്കക്കാണ് കേട്ടോ വിറ്റിരിക്കുന്നത്. സോ ഇന്ത്യയിലുള്ള ആൾക്ക് പെട്ടെന്ന് പൈസ ആവശ്യം വന്നു. സോ ഇന്ത്യയിലുള്ള ഒരാൾ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഒരു ഫാക്ടറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പൈസ വാങ്ങി. ഓക്കെ, ഇന്ത്യയിലുള്ള ഫാക്ടറിനെ കൊണ്ടിട്ട് പൈസ വാങ്ങി. അപ്പൊ ഇന്ത്യയിലുള്ള ഫാക്ടർ എന്ത് ചെയ്യും? അത് യു എസിലുള്ള ഒരു ഫാക്ടറിനെ ഏൽപ്പിക്കും. അതായത് സെല്ലർ എങ്ങനെയാണോ ഇന്ത്യയിലുള്ള ഫാക്ടറിന് കൊടുത്തത്, അതുപോലെ ഇന്ത്യയിലുള്ള ഫാക്ടർ യു എസിലുള്ള ഒരു ഫാക്ടറിനെ കൊടുക്കും. എന്നിട്ട് അവിടുന്ന് പൈസ വാങ്ങിക്കും. ആ യു എസിലുള്ള ഫാക്ടർ അതായത് യു എസിലുള്ള സാധനം വാങ്ങിയ ആളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യും. ക്ലിയർ ആയോ? ഇതാണ് ക്രോസ് ബോർഡർ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്. ഓക്കെ, അതായത് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈം ഡ്രാഫ്റ്റ് ആണ്, അതായത് ഒരു ഡ്രാഫ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇത് എപ്പോഴാണ് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മള് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മള് ഡ്രാഫ്റ്റ് കൊടുക്കുമല്ലോ ബാങ്കറിന്. ഇമ്പോർട്ട് ചെയ്യുന്ന ബാങ്കർക്ക് ഡ്രാഫ്റ്റ് കൊടുക്കും. ഓക്കെ, ഇമ്പോർട്ടേഴ്സ് ബാങ്കിന് ഡ്രാഫ്റ്റ് കൊടുക്കും. ആ ഡ്രാഫ്റ്റ് ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടൈം ഡ്രാഫ്റ്റ് എന്താ നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? ടൈം ഡ്രാഫ്റ്റ് എന്താ? ടൈം ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ബയറിന് പെട്ടെന്ന് പേ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മളൊരു ഡ്രാഫ്റ്റ് എഴുതി അയക്കും. അയാൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് എഴുതി തിരിച്ചയക്കും. അപ്പം അക്സെപ്റ്റ് ചെയ്തു എന്ന് അയാൾ അയക്കുവാണെങ്കിൽ കുറച്ച് ദിവസവും കൂടി കൊടുക്കും. ഓക്കെ, അതായത് എക്സ്പോർട്ടർ കുറച്ച് ദിവസവും കൂടി, ഇവിടെ എഴുതിയിട്ടുണ്ടത് 30 to 180 days ഒക്കെ അവർക്ക് കുറച്ച് ബയറെ അക്സെപ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. സോ ഇവിടെ ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് എന്ന് വരുമ്പോൾ നമ്മള് ഈ അയക്കുന്ന ടൈം ഡ്രാഫ്റ്റ് ഇമ്പോർട്ടറിന്റെ ബാങ്ക് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ടറിന്റെ ബാങ്ക്, ഇമ്പോർട്ടേഴ്സിന്റെ ബാങ്ക് അല്ലെങ്കിൽ ബയറിന്റെ ബാങ്ക് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, എന്തിനാ അക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ചാല് ഇഫ് അവര് പേ ചെയ്തില്ല എങ്കിൽ ബാങ്ക് പേ ചെയ്യും. ബാങ്ക് പേ ചെയ്യുന്നത് ഈ ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് മെച്യൂരിറ്റി ഡേറ്റിൽ അയാൾക്കായിരിക്കും പേയ്മെന്റ് നടത്തുന്നത്. മനസ്സിലായോ?
അതായത് നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ ഒക്കെ പോലെ ബാങ്ക് അക്സെപ്റ്റ് ചെയ്താൽ, ഇമ്പോർട്ടറിന്റെ ബാങ്ക് അക്സെപ്റ്റ് ചെയ്താൽ അതിന് വാലിഡിറ്റി ഉണ്ട്. വാലിഡിറ്റി എന്ന് പറഞ്ഞാല് അതിന് നല്ല വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോമിസറി നോട്ട് ഒക്കെ കൊടുക്കില്ലേ, അതാണ് സംഭവം. അപ്പം ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് വൺസ് ബാങ്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടാവും. ആ മെച്യൂരിറ്റി ഡേറ്റിൽ ആരുടെ കയ്യിലാണോ ആ ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് ഇരിക്കുന്നത് അയാൾക്ക് ബാങ്ക് ആ എമൗണ്ട് പേ ചെയ്യും. ഓക്കെ, സോ ഇപ്പൊ എക്സ്പോർട്ടറിന് ആ പേയ്മെന്റ് ദിവസം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എക്സ്പോർട്ടറിന് ആ ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് വേണമെങ്കിൽ വിൽക്കാം. ഓക്കെ, അപ്പൊ ആരാണോ ആ ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് വാങ്ങുന്നത് അയാളായിരിക്കും മെച്യൂരിറ്റി ഡേറ്റിൽ ബാങ്കിൽ നിന്ന് എമൗണ്ട് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇതാണ് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ്. വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിള് കഴിയുന്നത് വരെ, ഇപ്പം എന്താ, ഇമ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഇൻവെന്ററി വാങ്ങി അത് ക്രിയേറ്റ് ചെയ്ത് അത് വിറ്റ് അതിന്റെ അക്കൗണ്ട് റിസീവബിൾ, അതായത് അതിന്റെ പൈസ കിട്ടി ക്യാഷ് കൺവേർട്ട് ചെയ്യുന്നവരെ, അതുവരെയാണ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിള്. സോ അത്രയും കാലത്തേക്ക് അവർ ലോൺ എടുക്കില്ലേ? ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ എന്താ വർക്കിംഗ് ക്യാപിറ്റൽ അല്ല, ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിനാൻസ് ലോൺ എടുക്കില്ലേ? അതായത് ഈ പൈസ തിരിച്ചു ഇൻവെന്ററി വാങ്ങാൻ വേണ്ടി നമ്മൾ ക്യാഷ് എടുക്കുവാണ്. ആ ഇൻവെന്ററി വാങ്ങാൻ വേണ്ടി നമ്മൾ ക്യാഷ് എടുത്താല് നമ്മൾ ഈ സാധനം വിറ്റ് കഴിഞ്ഞ് ക്യാഷ് കിട്ടിയാലേ ഈ എടുത്ത ലോൺ അടയ്ക്കുള്ളൂ, അല്ലെ? അതുവരെയുള്ള അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത്. അത്രയും കാലം വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഫുൾഫിൽ ചെയ്യുന്നത് വരെ നമ്മൾ എടുക്കുന്ന ലോൺ, അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇനി എക്സ്പോർട്ടറിനെ സംബന്ധിച്ചാണെങ്കിലോ, നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, ഇനി അതിന് പേയ്മെന്റ് കിട്ടുന്നത് വരെയുള്ള ടൈം, അപ്പൊ അത്രയും കാലത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കുന്നു. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത്, ഇത് ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് ഫോർഫെയ്റ്റിംഗ്. ഫോർഫെയ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാക്ടറിങ് പോലെ തന്നെയാണ്. അതായത് ഒരു എക്സ്പോർട്ടർ ഒരു സാധനം എക്സ്പോർട്ട് ചെയ്തു, അപ്പം ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യും. സോ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ഈ പ്രോമിസറി നോട്ട് ഫോർഫെയ്റ്റിംഗ് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് കിട്ടും. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത, ഇത് വിത്തൗട്ട് റീകോഴ്സിലാണ് കൊടുക്കുന്നത്. അതായത് എക്സ്പോർട്ടറിന് വിത്തൗട്ട് റീകോഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഫോർഫെയ്റ്റിംഗ് ബാങ്ക് ആണ് ഇമ്പോർട്ടറുടെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഈ ഫോർഫെയ്റ്റിംഗ് ബാങ്കിന് ഈ പ്രോമിസറി നോട്ട് വേണമെങ്കിൽ വേറെ ആൾക്കാർക്ക് വിൽക്കാം.
അതായത് നമ്മൾ നേരത്തെ ക്രോസ് ബോർഡർ ഫാക്ടറിംഗ് ഒക്കെ ചെയ്തതുപോലെ ഈ ഫോർഫിറ്റിംഗ് ബാങ്കിന് വേണമെങ്കിൽ അവരുടെ കയ്യിലുള്ള പ്രോമിസറി നോട്ട് വേറെ ആൾക്ക് വിൽക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഫോർഫിറ്റിംഗ് ബാങ്ക് വേറെ ആൾക്ക് വിറ്റാലും ഇമ്പോർട്ടർ പേ ചെയ്തില്ല എങ്കിൽ ഫോർഫിറ്റിംഗ് ബാങ്ക് തന്നെ ആയിരിക്കും റെസ്പോൺസിബിൾ. ഫോർഫിറ്റിംഗ് ബാങ്ക് തന്നെയായിരിക്കും റെസ്പോൺസിബിൾ. ഫോർഫിറ്റിംഗ് ട്രാൻസാക്ഷൻ എപ്പോഴും ഒരു 500,000 മേളിലാണ് നമ്മൾ ഫോർഫിറ്റിംഗ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഇപ്പൊ ഫോർഫിറ്റിംഗ് ബാങ്കിൽ വൺസ് ഫോർഫിറ്റിംഗ് ബാങ്കിന് സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർഫിറ്റിംഗ് ബാങ്ക് അത് റീസെല് ചെയ്താലും എപ്പോഴും ലയബിലിറ്റി ഉണ്ടാവുക ഫോർഫിറ്റിംഗ് ബാങ്കിൽ തന്നെയായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്ഫർ പ്രൈസിങ് ആൻഡ് ടാക്സസ്. ഓക്കെ, ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് വെച്ചാൽ എന്താ? ട്രാൻസ്ഫർ പ്രൈസിങ് എന്താ? ഓക്കെ, അപ്പൊ ഇത് എടുക്കണ്ട. ജസ്റ്റ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്താന്ന് മാത്രം പറയാം. ജസ്റ്റ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മള് ഒരു കമ്പനി, ഒരു പേരന്റ് കമ്പനി അല്ലെങ്കിൽ പേരന്റ് കമ്പനി എന്തോ ആയിക്കോട്ടെ, ഒരു കമ്പനി ആ കമ്പനിയുടെ തന്നെ സബ്സിഡറിക്ക് സെല്ല് ചെയ്യാണ്. ഓക്കെ, അപ്പം ഏത് പ്രൈസിലാണോ സെല്ല് ചെയ്യുന്നത് ആ പ്രൈസിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഇല്ല എങ്കിൽ എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. ഇന്റർനാഷണൽ ഫിനാൻസിങ് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്റർനാഷണൽ ഫിനാൻസിംഗിൽ എടുത്തതിൽ? കോമ്പൻസേറ്റിംഗ് ബാലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ലോൺ എടുത്തു, ആ ലോണ് ബോറോ ചെയ്ത ആള് അല്ലെങ്കിൽ ലോൺ എടുത്ത ആള് ആ ലോണിന്റെ എമൗണ്ട് ഫുള്ള് പേ ചെയ്യൂന്ന് ഒരു ഉറപ്പില്ല, നിർബന്ധമൊന്നുമില്ല. സോ അങ്ങനെ നിർബന്ധമില്ലാത്തത് കൊണ്ട് ബാങ്ക് എന്ത് ചെയ്യും? അത് നിർബന്ധമല്ല, അങ്ങനെ ഉറപ്പില്ല, അവര് പേ ചെയ്യുവോ പേ ചെയ്യാതിരിക്കുവോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ബാങ്ക് എന്ത് ചെയ്യും? അവരുടെ ഒരു അഷുറൻസിന് വേണ്ടി അവര് ടോട്ടൽ ലോൺ എമൗണ്ടിൽ നിന്ന് ഒരു കുറച്ച് പൈസ അവര് മാറ്റിവെക്കും. ഓക്കെ, ഒരു മിനിമം എമൗണ്ട് അവിടെ കീപ്പ് ചെയ്യണമെന്നൊരു വെക്കും. മിനിമം എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് വെക്കും. അതിനെയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കോമ്പൻസേറ്റിംഗ് ബാലൻസ് എന്താന്ന് ക്ലിയർ ആയോ? ഓക്കെ, കോമ്പൻസേറ്റിംഗ് ബാലൻസിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോമ്പൻസേറ്റിംഗ് ബാലൻസിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ എമൗണ്ടിലായിരിക്കും. അതായത് നമുക്ക് ഇപ്പം ഒരു 10,000 ആണ് ലോൺ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഒരു 10,000 ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതില് ഒരു 500 കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് ബാങ്ക് പറയുകയാണ്. അപ്പോ ശരിക്കും നമുക്ക് എത്രയേ കിട്ടുന്നുള്ളൂ? 9,500 കിട്ടുന്നുള്ളൂ, അല്ലേ? 9,500 നമ്മുടെ ഇൻ ഹാൻഡ് നമുക്ക് കിട്ടുന്നുള്ളൂ. 500 അവിടെ അക്കൗണ്ടിൽ കിടക്കുവാണ് കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആയിട്ട്. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്, പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് 10,000 തന്നെയാണ്. ക്ലിയർ ആയോ? ഇതാണ് കോമ്പൻസേറ്റിംഗ് ബാലൻസിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇൻട്രസ്റ്റ് എങ്ങനെ എപ്പോഴും ഇൻട്രസ്റ്റ് അല്ല, ഇൻട്രസ്റ്റ് റേറ്റ്, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ആണ്.
ഇൻട്രസ്റ്റിന്റെ കോസ്റ്റ് എത്രയാണ്, നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയാണെന്നാണ്. ഇൻട്രസ്റ്റ് റേറ്റ്, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ശരിയല്ലേ? ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ആണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇതല്ല നമുക്ക് വരുന്നത്. നമുക്ക് വരുന്നത് ഇത് ഈ പറയുന്ന കാര്യം തന്നെയാ ഇവിടെ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യം തന്നെയാ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിലുള്ള ഇക്വേഷൻ നിങ്ങൾ ഇത്രയും മനസ്സിൽ ഓർത്താൽ മതി. ഇത്രയും ഓർത്താൽ മതി. ടോട്ടൽ ഇൻട്രസ്റ്റ്, അതായത് എത്രയാണോ ഇതിന് വരുന്ന ഇൻട്രസ്റ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമുക്ക് ഇൻ ഹാൻഡ് കിട്ടുന്നത് അതാണ് ഡിവൈഡ് ചെയ്തത്. ക്ലിയർ ആയോ? അതായത് 10,000 ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 10,000ന്റെ എത്ര 5% ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ 10,000ന്റെ 5% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതിൽ 500 കോമ്പൻസേറ്റിംഗ് ബാലൻസും കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നത് 9,500 ആണ്. സോ 9,500 ആണ് നെറ്റ് പ്രൊസീഡ്സ് കിട്ടുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10,000 തന്നെയാണ് കാണേണ്ടത്. സോ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത്. ഇവിടെ അവർ ആ ഇക്വേഷൻ ഒന്ന് വിശദീകരിച്ച് പറയുകയാണ്. എമൗണ്ട് ഓഫ് ദ ലോൺ മൈനസ് അഡീഷണൽ എമൗണ്ട് റിക്വയർഡ് ടു കെപ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ടു മീറ്റ് ദ അതായത് എമൗണ്ട് മൈനസ് ടോട്ടൽ എമൗണ്ട് മൈനസ് കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആണ് അടിയിൽ വരേണ്ടതെന്ന്, ഡിനോമിനേറ്റർ ആയിട്ട് വരേണ്ടതെന്ന്. ഇത്രയും ഓർത്താൽ മതി. നമുക്ക് എത്രയാണോ കയ്യിൽ ക്യാഷ് കിട്ടുന്നത് ആ ക്യാഷ് ആണ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത് ടോട്ടൽ എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ. സോ ഇവിടെ ജസ്റ്റ് ഇവിടെ പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ കോമ്പൻസേറ്റിംഗ് ബാലൻസ് ശ്രദ്ധിക്കേണ്ടത്, ഇൻ കേസ് ഓൾറെഡി കുറച്ച് എമൗണ്ട് ബാങ്കിൽ കിടപ്പുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഓൾറെഡി നമ്മുടെ കുറച്ച് എമൗണ്ട് ബാങ്കിൽ കിടപ്പുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് 3 ടൈപ്പ് പറയുന്നുണ്ട്. സോ അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ 1 നോക്കുക. അസ്യൂം എ 1 year ലോൺ ഓൺ 100,000 at 6% simple interest that requires 20,000 കോമ്പൻസേറ്റിംഗ് ബാലൻസ്. അതായത് 100,000ന്റെ ലോൺ ആണ്, 6% ആണ് ഇൻട്രസ്റ്റ്, 20,000 കോമ്പൻസേറ്റിംഗ് ബാലൻസ് വെക്കണം. അപ്പൊ നമ്മൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 100,000 ആണ് ടോട്ടൽ. സോ അതിന്റെ 6% ആയിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. സോ 6,000 ഇൻട്രസ്റ്റ് വരും ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്. എത്ര കിട്ടുന്ന എമൗണ്ട്? ടോട്ടൽ 100,000ൽ 20,000 കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആക്കി വെച്ചിട്ട് ബാക്കി 80,000 നമുക്ക് കിട്ടുന്നുള്ളൂ. സോ 6,000 ഡിവൈഡഡ് ബൈ 80,000, 7.5% ആണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി പറയാണ്, ഇപ്പൊ കമ്പനിയുടെ ഓൾറെഡി ഒരു 10,000 ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. 10,000 ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. സോ നമ്മൾ എത്ര കോമ്പൻസേറ്റിംഗ് ബാലൻസ് നമ്മുടെ ലോൺ എമൗണ്ടിൽ നിന്ന് പോകുന്നുണ്ട്? 10,000 പോകുന്നുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 100,000 ആണ് ലോൺ, 100,000 ആണ് ലോണ്, 6% ഇൻട്രസ്റ്റ്. സോ 6,000 ആണ് ഇൻട്രസ്റ്റ് വരുന്നത് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് എത്രയായിരിക്കും വരുന്നത്? ടോട്ടൽ 100,000ല് 20,000 നമ്മൾ കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആയിട്ട് വെക്കണം. പക്ഷെ ഓൾറെഡി അക്കൗണ്ട് 10,000 ഉണ്ട്. സോ നമ്മൾ 10,000 കൂടെ കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആയിട്ട് ഇട്ടാൽ മതി. സോ ഡിവൈഡഡ് ബൈ 90,000. സോ 6.67% ആയിരിക്കും എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. ക്ലിയർ ആയോ?
ഓക്കെ, ഇനി പറയുന്നത് നമുക്കിപ്പോ നമ്മൾ പറഞ്ഞല്ലോ 10,000 ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കിടപ്പുണ്ടെന്ന്. 10,000 നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കിടപ്പുണ്ടെന്ന്. ഓക്കെ, 10,000 ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുവാണ്. ആ ഡെപ്പോസിറ്റിന് നമുക്ക് 2% അവർ ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. അതായത് നമ്മുടെ ഡെപ്പോസിറ്റിന് 2% അവർ ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കേസെങ്കിൽ, അതാണ് മുകളിലത്തെ ഇക്വേഷൻ കേട്ടോ, അതാണ് ആ മുകളിലത്തെ ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ബാക്കി പേ ചെയ്താൽ പോരെ? അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത് 100,000 നമ്മൾ ലോൺ എടുത്തു, 6% ആണ് ഇൻട്രസ്റ്റ്, 20,000 കോമ്പൻസേറ്റിംഗ് ബാലൻസ് വെക്കണം. നമ്മുടെ ബാങ്കിൽ 10,000 ഓൾറെഡി കിടപ്പുണ്ട്. ഓക്കെ, ഈ കിടക്കുന്ന 10,000-ന് 2% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. ഓക്കെ, അതായത് 200 നമുക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ പേ ചെയ്യേണ്ടത് 6,000 ആണ് ഇൻട്രസ്റ്റ്, അതിൽ 200 നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് 5,800 നമ്മൾ പേ ചെയ്താൽ പോരെ? പോരെ? ഓക്കെ, 5,800 നമ്മൾ പേ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് എത്രയാ? നമുക്ക് എത്ര കിട്ടും ലോൺ എമൗണ്ട്? 10,000 ഓൾറെഡി ബാങ്ക് അക്കൗണ്ടിലുണ്ട്. സോ ഈ 100,000-ന് 10,000 കൂടെ കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആക്കാൻ വെച്ചാൽ മതി, 90,000 നമുക്ക് കിട്ടും. സോ 5,800 ഡിവൈഡഡ് ബൈ 90,000 ആണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. അതായത് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് പെയ്ഡ് ഓൺ ഫുൾ എമൗണ്ട് ബോറോഡ്, നമ്മൾ ബോറോ ചെയ്ത കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം, മൈനസ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം, ഡിവൈഡഡ് ബൈ നമ്മൾ ടോട്ടൽ എടുത്ത എമൗണ്ട് ഓഫ് ലോൺ മൈനസ് നമ്മൾ എത്രയാണ് കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വെക്കേണ്ടി വന്നത്. അതായത് ഈ ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റിൽ നിന്ന് നമ്മൾ എത്ര, ഇപ്പൊ 100,000 എടുത്തെങ്കിൽ ആ 100,000-ൽ നിന്ന് എത്ര നമ്മൾ കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആയിട്ട് വെക്കണം, അത് മൈനസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി കോമ്പൻസേറ്റിംഗ് ബാലൻസിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാതിരുന്നത്, നമ്മൾ കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആയിട്ട് വെച്ചിട്ട് ബാക്കി എമൗണ്ട് ആണല്ലോ നമുക്ക് കിട്ടുന്നത്. അതായത് 80,000 ആണല്ലോ നമ്മൾ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 80,000 ആണല്ലോ നമ്മൾ റിസീവ് ചെയ്യുന്നത്. വേറെ ഒന്നും എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് 100,000 ആയിരുന്നു ലോൺ എമൗണ്ട്, അതിൽ 20,000 നമ്മൾ കോമ്പൻസേറ്റിംഗ് ബാലൻസ് ആയിട്ട് വെക്കണം. സോ നമുക്ക് കിട്ടുന്നത് 80,000 ആണ്. പക്ഷേ റീപേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 100,000 റീപേ ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ക്ലിയർ ആണോ? നിങ്ങൾ ക്ലിയർ ആയെങ്കിൽ റെസ്പോണ്ട് ചെയ്യൂട്ടോ. കോമ്പൻസേറ്റിംഗ് ബാലൻസ് ക്ലിയർ ആണോ? ഓക്കെ, കോമ്പൻസേറ്റിംഗ് ബാലൻസ് കഴിഞ്ഞ് പിന്നെ ചോദിച്ചിരുന്നത് റിസീവബിൾസ് ആണല്ലേ? ഫാക്ടറിംഗ് ഓഫ് റിസീവബിൾസ്.
എങ്ങനെയാ എനിക്ക് ആ കുട്ടി ചോദിച്ചത് മനസ്സിലായില്ല. ഓരോ കേസിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതനുസരിച്ച്, അതായത് ചെക്കിംഗ് അക്കൗണ്ട് ഒക്കെ വരുന്ന ക്വസ്റ്റ്യനില് എടാ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഓരോ ക്വസ്റ്റ്യനിലും ഓരോ ഇക്വേഷൻസോ? ഓക്കെ, മൈക്ക് വരക്കല്ലേ. ഓരോ ക്വസ്റ്റ്യനിലും ഓരോ, ഇതാണ് ബേസിക് കൺസെപ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ പേ ചെയ്യുന്നത് എത്രയാണ് ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് ആക്ച്വൽ ആയിട്ട് കിട്ടുന്നത് എത്രയാണ്. അതാണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് നോക്കുക. എത്രയാണ് നിങ്ങൾക്ക് ആക്ച്വൽ ആയിട്ട് കിട്ടുന്നത്, എത്രയാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ, ഡിസ്കൗണ്ടഡ് വന്നിട്ടുണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഫോർമുല ഇത്രയേ ഉള്ളൂ. എത്രയാണ് നമ്മൾ പേ ചെയ്യുന്നത് ഡിവൈഡ് ബൈ എത്രയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്തത് ഫാക്ടറിങ് ഓഫ് റിസീവബിൾസ്. ഫാക്ടറിങ് ഓഫ് റിസീവബിൾസ് ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? വിത്തൗട്ട് റീകോഴ്സ് കൊണ്ട് ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഒരാൾക്ക് സാധനം സെല്ല് ചെയ്തിട്ട് അവർ അക്കൗണ്ട് റിസീവബിൾ തന്നു, ഒരു ഡ്യൂ ഡേറ്റ് തന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് ഈ അക്കൗണ്ട് റിസീവബിൾ ഡ്യൂ ആകുള്ളൂ. അപ്പൊ ഈ ഡ്യൂ ഡേറ്റിന് മുന്നേ നമുക്ക് എമൗണ്ട്, അതായത് സെല്ല് ചെയ്ത ആൾക്ക് എമൗണ്ട് അത്യാവശ്യമായിട്ട് വന്നപ്പോ ഫാക്ടർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഫാക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു ഡിസ്കൗണ്ടില് ഒരു ഫീ അവരെടുത്തിട്ട്, ഒരു ഫാക്ടറിംഗ് ഫീ അവരെടുത്തിട്ട് അവർ നമുക്ക് എമൗണ്ട് തരും. എന്നിട്ട് ആ ഫാക്ടറാണ് ബൈ ചെയ്ത ആളുടെ നിന്ന്, അതായത് ബയറിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. സോ രണ്ട് തരത്തിലുണ്ട്. വിത്തൗട്ട് റീകോഴ്സും ഉണ്ട്, വിത്ത് റീകോഴ്സും ഉണ്ട്. വിത്തൗട്ട് റീകോഴ്സ് ആണെങ്കിൽ റിസീവബിൾ സെല്ലർ റിസീവബിൾ ഫാക്ടറിന് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവർ തമ്മിൽ ഒരു കോൺട്രാക്റ്റും ഇല്ല, ഒന്നുമില്ല. അതായത് പിന്നെ കംപ്ലീറ്റ് റിസ്കും ഫാക്ടറിന് മാത്രമാണ്. അതായത് ബയർ പൈസ തന്നാലും തന്നില്ലെങ്കിലും അത് ഫാക്ടറിനെ മാത്രം അഫക്ട് ചെയ്യുന്ന കാര്യമാണ് വിത്തൗട്ട് റീകോഴ്സിൽ. ഇനി വിത്ത് റീകോഴ്സ് ആണ് എങ്കിൽ കളക്ട് ചെയ്തില്ല എങ്കിൽ, റിസീവബിൾസിന്റെ എമൗണ്ട് കളക്ട് ചെയ്തില്ല എങ്കിൽ അത് സെല്ലറിനായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം. ദാറ്റ് മീൻസ് സെല്ലർ റീഇംബേഴ്സ് ചെയ്യണം, ഫാക്ടറിന് റീഇംബേഴ്സ് ചെയ്യണം എമൗണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ ഫാക്ടറിങ് ചെയ്യുമ്പോഴേ, നോർമൽ ആയ കേസില് ഫാക്ടറിങ്ങില് മെയിൻ ആയിട്ട് 3 ചാർജസ് ആണ് ഡിഡക്ട് ചെയ്യുന്നത്. അതായത് സെല്ലർ ഫാക്ടറിന് റിസീവബിൾ കൊടുക്കൂലോ. അപ്പം ഈ 3 കാര്യങ്ങൾ ഡിഡക്ട് ചെയ്തിട്ടാണ് ഫാക്ടർ എമൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ, 3 കാര്യമാണ് മെയിൻ ആയിട്ട് ഡിഡക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എക്സ്ട്രാ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അത് ഒരെണ്ണത്തിൽ മാത്രം ആപ്ലിക്കബിൾ ആണ്. അതായത് ആദ്യം പറഞ്ഞത് ഫാക്ടേഴ്സ് ഫീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി, അതായത് ഫാക്ടർ റിസീവബിൾസ് വാങ്ങിയിട്ട് അപ്പൊ തന്നെ എമൗണ്ട് കൊടുക്കൂലോ. അതിന്റെ ഡ്യൂ ഡേറ്റ് കുറെ ദിവസം കഴിഞ്ഞാണ്. അതുകൊണ്ട് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട്, അതായത് ഈ പൈസ വാങ്ങി അവർക്ക് പെട്ടെന്ന് പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു ഫിക്സഡ് പെർസെന്റേജ്, ഒരു ചെറിയ പെർസെന്റേജ് ഓഫ് എമൗണ്ട് ഫീ ആയിട്ട് അവർ ഈടാക്കുന്നുണ്ട്. അതായത് അവരുടെ ഫീ ആയിട്ട്. ഓക്കെ, ഇനി റിസ്ക് കൂടുതലാണ് എങ്കിൽ ഈ ഫാക്ടറിംഗ് ഫീ എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടെ വലിയ എമൗണ്ട് ആയിരിക്കും ഈടാക്കുന്നത്. അല്ല, റിസ്കിനനുസരിച്ചായിരിക്കും ഈ ഫാക്ടറിംഗ് ഫീ ഈടാക്കുന്നത്. ക്ലിയർ ആയോ?
ഇപ്പൊ ഫാക്ടറിംഗ് എന്ന് പറയുന്നത് വിത്തൗട്ട് റീകോഴ്സ് ഒക്കെ ആണെങ്കിൽ അവര് നല്ലൊരു എമൗണ്ട് ഈടാക്കും. കാരണം എന്നാന്ന് വെച്ചാല് ഈ റിസീവബിൾസിൽ നിന്ന് ബയർ പൈസ തന്നില്ല എങ്കിൽ അവരാണല്ലോ അതിന് അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഫാക്ടറിംഗ് ഫീ കൂടുതലായിരിക്കും. ഫാക്ടറിംഗ് ഫീ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫാക്ടറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നതിന് അവർ മേടിക്കുന്ന ഫീ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലോൺ കൊടുക്കുന്ന പോലെയാണ്. ഓക്കെ, ലോൺ കൊടുക്കുന്ന പോലെയാണ്. അപ്പോ ഈ സെല്ല് ചെയ്യുന്ന ആൾക്ക് ശരിക്കും എപ്പോ കിട്ടേണ്ടതാ? ഒരു ഡ്യൂ ഡേറ്റ് കിട്ടേണ്ടതാ. പക്ഷെ അവര് സെയിൽ ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ അവർക്ക് ഈ ഫാക്ടറിംഗ് വഴി എമൗണ്ട് റിസീവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടർ ഈ കൊടുത്ത എമൗണ്ടില്, അത് ഫാക്ടറിംഗ് ഫീ കഴിഞ്ഞത് ഇവര് കൊടുക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് ഒരു ഇൻട്രസ്റ്റ് പിടിക്കും. അതായത് ഇൻട്രസ്റ്റ് പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരില്ലേ, അതുപോലെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അതിൽ പിടിക്കും. എന്നിട്ട് ഇവര് റിസീവബിൾസിന്റെ എമൗണ്ട് കൊടുക്കുകയുള്ളൂ. ക്ലിയർ ആയോ? ഇനി ഒരു കാര്യം കൂടെ പിടിക്കൂര്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലവൻസ് ഫോർ റിട്ടേൺസ്. അതായത് ഇപ്പം സെല്ല് ചെയ്ത ആള് ഇപ്പം ഒരു 10,000 സാധനം സെല്ല് ചെയ്തു. സോ നമ്മൾ എത്ര 10,000 അക്കൗണ്ട് റിസീവബിൾ നമുക്ക് കിട്ടി. നമ്മൾ ഫാക്ടറിന് എടുത്ത് 10,000 അക്കൗണ്ട് റിസീവബിൾ ആണ് കൊടുക്കുന്നത്. പക്ഷെ 10,000 അക്കൗണ്ട് റിസീവബിൾ കൊടുത്തു. പക്ഷെ ചില കേസിൽ ഈ വാങ്ങിയ ബയർ സാധനം, ഈ കസ്റ്റമർ സാധനം റിട്ടേൺ കൊടുക്കും. ഇപ്പം 10,000 അക്കൗണ്ട് റിസീവബിൾ തന്നെങ്കിൽ 500 അവർ റിട്ടേൺ കൊടുത്തു എന്ന് വിചാരിക്കുക. 500 റിട്ടേൺ കൊടുത്തു. സോ 500 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് കിട്ടുമോ? ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. അതുകൊണ്ട് 500 എന്ന് പറഞ്ഞ എമൗണ്ട് കിട്ടില്ല. അപ്പം ഫാക്ടർ 10,000 എന്ന എമൗണ്ട് കൂട്ടിയല്ലേ കൊടുത്തിരിക്കുന്നത്. 10,000 റിസീവബിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ 10,000 എന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ, അതിൽ നിന്ന് ഫീ ഒക്കെ പിടിച്ചിട്ടല്ലേ അവർക്ക് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയില്ല? പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പം ഇപ്പം സെല്ലറിന് കിട്ടിയിരിക്കുന്നത് 10,000 എന്ന് പറഞ്ഞ എമൗണ്ടിലാണ്. പക്ഷെ ആക്ച്വൽ ആയിട്ട് നമുക്ക് 9,500 ഇപ്പൊ കിട്ടാനുള്ളൂ. കാരണം റിട്ടേൺ കൊടുത്തു. അപ്പം ഫാക്ടറിനെ സംബന്ധിച്ച് ഫാക്ടർ 10,000 കൊടുക്കുകയും ചെയ്തു. ഫാക്ടറിന് 9,500 കിട്ടുകയേ ഉള്ളൂ. അപ്പൊ ഫാക്ടർ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ എമൗണ്ട് അവര് ഹോൾഡ് ചെയ്ത് വെക്കും. അതായത് അലവൻസ് ഫോർ റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു ചെറിയ എമൗണ്ട് അവര് ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ടേ കൊടുക്കുള്ളൂ. ഇനി അറ്റ് ദി എൻഡ് റിട്ടേൺ ഒന്നും വന്നിട്ടില്ല എങ്കിൽ ആ റിട്ടേൺ അലവൻസ് ഫോർ റിട്ടേൺ എന്ന് പറഞ്ഞ എമൗണ്ട് പിടിച്ചു വെച്ചല്ലോ, ആ എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കും. ഓക്കെ, സെല്ലറിന് തിരിച്ചു കൊടുക്കും. മനസ്സിലായോ? ഇതാണ് ഫാക്ടറിംഗിൽ പറയുന്നത്. ഇനി ഫാക്ടറിംഗ് കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെയാ വരുന്നതെന്നാണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഫാക്ടറിംഗ് എന്ന് പറയുന്നത് വിത്തൗട്ട് റീകോഴ്സിംഗ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, വിത്തൗട്ട് റീകോഴ്സിംഗ് ആണെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അവർ എക്സ്ട്രാ പിടിക്കും. വിത്തൗട്ട് റീകോഴ്സിംഗ് ആണെങ്കിൽ. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, സോ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫേസ് വാല്യൂ ഓഫ് അക്കൗണ്ട് റിസീവബിൾ, അതിന്റെ ഒരു സെർട്ടൈൻ പെർസെന്റേജ് ആയിരിക്കും ഫാക്ടറിംഗ് ഫീ. എത്രയാണോ ടോട്ടൽ, ഇപ്പൊ 10,000 ആണെങ്കിൽ 10,000 ഒരു സെർട്ടൈൻ പെർസെന്റേജ് ആയിരിക്കും ഫാക്ടറിംഗ് ഫീ വരിക. ഓക്കെ, പിന്നെ ഈ ടോട്ടൽ അക്കൗണ്ട് റിസീവബിളിന്റെ ഒരു സെർട്ടൈൻ പെർസെന്റേജ് ആയിരിക്കും
എന്ത് വരിക? റിട്ടേൺ, അലവൻസ് ഫോർ റിട്ടേണും വരിക. സോ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഫാക്ടറിങ് ഫീയും ഫാക്ടറിന്റെ അലവൻസും മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ സെല്ലറിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എമൗണ്ട്. ഓക്കെ, സെല്ലറിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എമൗണ്ട്. സോ ഇത്ര എമൗണ്ട് സെല്ലറിന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇതൊരു ശരിക്കും ഒരു ലോൺ പോലെയാണല്ലോ, ഇത്ര എമൗണ്ട് ആണ് നമ്മൾ സെല്ലറിന് കൊടുക്കുന്നത്. സോ അതിൽ നിന്നാണ് അതിന്റെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഫാക്ടറിങ് ഫീയും അലവൻസും കഴിഞ്ഞുള്ള എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ് ലോൺ എമൗണ്ട്. സോ അതിന്റെ മാത്രമല്ലേ നമുക്ക് ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ടോട്ടൽ അക്കൗണ്ട് റിസീവബിളിന്റെ എടുക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? അതായത് 10,000 ആണ് ടോട്ടൽ അക്കൗണ്ട് റിസീവബിൾ എന്ന് വിചാരിക്കാം. 500 ഫാക്ടറിങ് ഫീ, 500 അലവൻസ്. ഓക്കെ, ഇത് രണ്ടും കഴിഞ്ഞ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തിരിക്കുന്നത് 9,000 ആണെന്ന് വിചാരിക്കാം. ഈ 9,000 ആണ് നമ്മൾ ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എമൗണ്ട്. അപ്പൊ ആ 9,000 അല്ലേ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നേ? ആ 9,000ന്റെ ഇൻട്രസ്റ്റ് അല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 10,000ന്റെ ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. ഫീ ഒക്കെ കഴിഞ്ഞ് 9,000 നമ്മൾ കൊടുക്കുന്നുള്ളൂ. ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 9,000 ആണ്. സോ ആ 9,000ന്റെ ഒരു ഇത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള എമൗണ്ട് ആണ് നമ്മൾ സെല്ലറിന് ആക്ച്വൽ ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ ഇതിന്റെ? ഇത് നോക്കണ്ട, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. ദയവ് ചെയ്ത് ആൻസർ നോക്കി ചെയ്യരുത്, ക്വസ്റ്റ്യൻ മാത്രം വായിക്കുക, ചെയ്തു നോക്കുക.
കിട്ടുന്നുണ്ടോ ചെയ്യാന്? എത്ര ആൻസർ കിട്ടുന്നേ? യെസ്. ഓക്കെ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന assume a factor charges 4% plus 12% interest on all monies that are advanced to the seller. The factor hold back 7% for potential sales retain. Okay. So സെയിൽസ് എമൗണ്ട് എന്ന് വെച്ചാല് 150,000 ആണ്. കളക്ഷൻ ടൈം 120 days ആണ്. ഓക്കെ, 120 days ആണ്. സോ എങ്ങനെയാ വരുന്നത്? 150,000ന്റെ 4% ആണ് ഫാക്ടറിംഗ് ഫീ. സോ 150 into 4% ചെയ്യുമ്പോ 10,500 വരും. ഇനി എത്ര പെർസെന്റേജ് ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്? 7%. സോ 150,000 into 7% ചെയ്യുമ്പോ 7% ചെയ്യുമ്പോ ആണ് 10,500 വരും. ഫാക്ടറിംഗ് ഫീ വരുമ്പോൾ 6,000 വരും. സോ 150,000 മൈനസ് 10,500 മൈനസ് 6,000. ഇത്ര എമൗണ്ട് ആണ്, അതായത് 133,500 ആണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാനിരിക്കുന്ന എമൗണ്ട്. അതിൽ നിന്ന് 12% ഇൻട്രസ്റ്റ്. 12% എന്ന് പറഞ്ഞാൽ 1 ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്, പെർ ആനമാണ്. സോ നമുക്ക് 120 ഡേയ്സിലെ കണ്ടാൽ മതി. സോ 133,500 into 12% ഡിവൈഡഡ് ബൈ 360 ചെയ്യുമ്പോ ഒരു ദിവസത്തെ കിട്ടും. ഇൻറ്റു 120 ചെയ്യുമ്പോ 120 ഡേയ്സിലേക്കുള്ളത് കിട്ടും. ഓക്കെ. സോ 5,340 ആണ് ഇൻട്രസ്റ്റ് ചാർജസ് വരുന്നത്. സോ നമുക്ക് കിട്ടുന്ന ക്യാഷ് അവൈലബിൾ എത്രയാ? 128,160. ക്ലിയർ ആണല്ലോ? ഇവിടെ വരെയല്ലേ പറഞ്ഞു തരാന്. ഇനി നമുക്ക് ഡെറിവേറ്റീവ്സ് നോക്കാം. ഇനി ഡെറിവേറ്റീവ്സ് അല്ലേ പറഞ്ഞു തരാനുള്ളത്? ആ, എന്തെങ്കിലും ചോദിച്ചതാണോ? നമ്മൾ ഇൻട്രസ്റ്റ് കാണുമ്പോഴേ എങ്ങനെ ടേം ലോണ്, ഓക്കെ, ടേം ലോൺ, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുമ്പം അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പം നമ്മൾ 360 ആണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതോ 365 ആണോ? അത് നിങ്ങൾ എപ്പോഴും ക്വസ്റ്റിനിൽ ചിലപ്പം തന്നിട്ടുണ്ടാവും. അതായത് 360 ഡേയ്സ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ 360 ആണ് കാണുക. അല്ല 365 ആണെങ്കിൽ 365 കാണാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ 360 ചെയ്യുമ്പോഴായിരിക്കും ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുക, അല്ലേ? 365 ചെയ്യുമ്പോഴല്ലോ. 360 ചെയ്യുമ്പോഴാണ് മെയിൻ ആയിട്ട് കിട്ടുക. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കൂടുതൽ ക്വസ്റ്റ്യനിലും 360 ഡേയ്സ് ആണെങ്കിൽ 360 പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ 360 ചെയ്താൽ മതി. ഇൻ കേസ് 360 ചെയ്തിട്ട് ആൻസർ കാണുന്നില്ല എങ്കിൽ 365 വെച്ച് ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ആകെ ഒരു ഡിവൈഡ് ചെയ്യുന്ന ഡിഫറൻസ് അല്ലേ വരുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് നോക്കുക. 360 ആണ് കൂടുതലും എല്ലായിടത്തും എടുക്കുന്ന 360 തന്നെയാണ്. ഇൻ കേസ് നിങ്ങൾ 360 ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ ജസ്റ്റ് 365 കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. ഇനി ഡെറിവേറ്റീവ്സ് അല്ലേ എടുക്കേണ്ടത്? ഡെറിവേറ്റീവ്സ്
കടന്നുപോയോ? ഓക്കെ. ഇത് കുറച്ച് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ? ഡെറിവേറ്റീവ്സ് അതായത് ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. യെസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റ് അസറ്റിന്റെ വാല്യൂവിൽ നിന്നാണ്. അതായത് സ്റ്റോക്ക് അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി കോൺട്രാക്ട് ഉണ്ടാക്കും. ആ കോൺട്രാക്ടിന്റെ വാല്യൂ ആണ് ഡെറിവേറ്റീവിന്റെ വാല്യൂ. മനസ്സിലായോ? സോ മറ്റ് അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ഡെറിവേറ്റീവ്സിന്റെ വാല്യൂസ്. സോ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് മറ്റ് അസറ്റിന്റെ വാല്യൂവിൽ നിന്നാണ്. ഓക്കെ, ഡെറിവേറ്റീവ്സ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി ഹെഡ്ജിങ് റിസ്ക്. ഹെഡ്ജിങ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ജിങ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. എന്തിനു വേണ്ടിയാ? നമ്മുടെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെറിവേറ്റീവ്സിൽ മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണുള്ളത്. ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്പ്, ഓപ്ഷൻ. ഇങ്ങനെ 3 ഞാൻ പറഞ്ഞു. ഇങ്ങനെ 4 തരത്തിലാണ് ഡെറിവേറ്റീവ്സ് ഉള്ളത്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 4 ഇൻസ്ട്രുമെന്റ് ആണുള്ളത് ഡെറിവേറ്റീവ്സിന്. ഒന്ന് ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്പ്, ഓപ്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഫോർവേഡ് കോൺട്രാക്ട് പറയാം. ഫോർവേഡ് കോൺട്രാക്ട് ഞാൻ ഇന്നലെ ഓൾറെഡി ഫോർവേഡ് കറൻസി കോൺട്രാക്ട് പറഞ്ഞിരുന്നു. വ്യത്യാസമൊന്നുമില്ല അതിൽ നിന്ന്. അതായത് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ഓവർ ദി കൗണ്ടർ എഗ്രിമെന്റ് ആണ്. അതായത് ഒരു പ്രത്യേക എക്സ്ചേഞ്ചുകളോ അങ്ങനെ ഒന്നുമില്ല. 2 ആൾക്കാർ തമ്മിൽ, അതായത് ഓവർ ദി കൗണ്ടറിനുള്ളിലല്ല, അല്ലാതെ 2 ആൾക്കാർ തമ്മിൽ എഗ്രിമെന്റ് നടത്തുന്നതാണ്. 2 പാർട്ടീസ് എഗ്രി ചെയ്യണം. ഒരാൾ വാങ്ങാം, ഒരാൾ വിൽക്കാം എന്ന് എഗ്രി ചെയ്യുന്നതാണ്. അങ്ങനെ 2 ആൾക്കാർ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഉണ്ടാവുക. അതായത് ഫ്യൂച്ചറിൽ ഒരു സെർട്ടൈൻ പ്രൈസിൽ സാധനം വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറഞ്ഞ് അവർ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന അതാണ് ഫോർവേഡ് കോൺട്രാക്ട്. ഓക്കെ, ഇനി ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. ഫോർവേഡ് കോൺട്രാക്റ്റില് ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാല് ആരാണോ ഈ ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങുന്നത്, ഓക്കെ, ആ വാങ്ങുന്ന ആൾക്കാർക്കും ലോങ് പൊസിഷൻ. ഓക്കെ, ആരാണോ ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങുന്നത് അയാൾക്കായിരിക്കും ലോങ് പൊസിഷൻ. അയാൾ വാങ്ങാനുള്ള കാരണം എന്തായിരിക്കും? അതായത് ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്താലോ എന്നോർത്ത് അപ്പം ഇൻക്രീസ് ചെയ്താലോ എന്നോർത്ത് അതിന് പ്രൊട്ടക്ഷൻ ആയിട്ട്, ഇൻക്രീസ് ചെയ്താലോ എന്നോർത്ത് അതിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ ആയിട്ടാണ് അയാള് ഈ ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങുന്നത്. സോ വാങ്ങുന്ന ആൾക്ക് ലോങ് പൊസിഷൻ ആയിരിക്കും. ഇനി സെല്ല് ചെയ്യുന്ന ആൾ എന്താ? ഫ്യൂച്ചറിൽ ഈ പ്രൈസ് ഡിക്ലൈൻ ചെയ്താലോ എന്നോർത്താണ് ഫോർവേഡ് കോൺട്രാക്ട്, അതായത് സെല്ല് ചെയ്യാനുള്ള ആള് ഇപ്പൊ ഉള്ളതിനേക്കാളും പ്രൈസ് ആ കമ്മോഡിറ്റിക്ക് കുറഞ്ഞാലോ എന്നോർത്താണ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. അവർക്കാണ് ഷോർട്ട് പൊസിഷൻ. ക്ലിയർ ആയോ? ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും ക്ലിയർ ആയോ? ഓക്കെ, ഇനി പറയുന്നത് ഈ കോൺട്രാക്ടിന്റെ മാർക്കറ്റ് വാല്യൂ. അതായത് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്
ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഇപ്പോഴാണ് ഫോർവേഡ് കോൺട്രാക്റ്റിൽ എഗ്രിമെന്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പത്തെ പ്രൈസ് ആയിരിക്കും ഫോർവേഡ് കോൺട്രാക്റ്റിൽ പ്രൈസ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഒരു കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയുടെ ഒക്കെ പ്രൈസ് ഇപ്പത്തെ പ്രൈസിലായിരിക്കും നമ്മൾ കോട്ട് ചെയ്യുക. ഓക്കെ, സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും അതിന്റെ എന്ത് പ്രൈസ്, ആ ഫോർവേഡ് കോൺട്രാക്ട്, ആ കോൺട്രാക്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴേതാണോ പ്രൈസ് അതായിരിക്കും. ഓക്കെ, സോ ഒരു കോൺട്രാക്ടിന്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് അതിന് നമ്മൾ എഗ്രിമെന്റിലുള്ള പ്രൈസ് അല്ലെങ്കിൽ എഗ്രിമെന്റിലുള്ള പ്രൈസ് മൈനസ് ആ ഫ്യൂച്ചർ ഡേറ്റിൽ ഉണ്ടാവുമല്ലോ, ആ ഡേറ്റിൽ ഏതാണോ പ്രൈസ് ആ പ്രൈസ്. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുവാണ്, അപ്പം ആ എഗ്രിമെന്റിലുള്ള പ്രൈസ് മൈനസ് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഡ്യൂ ഡേറ്റ് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഡ്യൂ ഡേറ്റിലുള്ള കറന്റ് മാർക്കറ്റ് പ്രൈസ് ഏതാണോ അത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ ഓർ ലോസ് എന്ന് പറയുന്നത് അതല്ലേ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇതിന്റെ മാർക്കറ്റ് വാല്യൂല് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്താ നോക്കണ്ടേ? കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യും, പക്ഷെ നമ്മൾ കോൺട്രാക്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡെലിവറി പ്രൈസ് അല്ലെ കോൺട്രാക്ട് പ്രൈസ് ചേഞ്ച് ചെയ്യുമോ? സോ മാർക്കറ്റ് പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ആണ് ഒരു അസറ്റില് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയാണ്, ഇപ്പോ ഒരു അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണ്, അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ്. അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആർക്കായിരിക്കും ഗെയിൻ ഉണ്ടാവുക? ബൈ ചെയ്യുന്ന ആൾക്കാർക്കോ സെൽ ചെയ്യുന്ന ആൾക്കാർക്കോ ഗെയിൻ ഉണ്ടാവുക? അതായത് ഇപ്പൊ ഒരു അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ്, സോ ഗെയിൻ ആർക്കാ ഉണ്ടായിരിക്കുക? ഇത് ബയർക്കായിരിക്കും ഗെയിൻ ഉണ്ടായിരിക്കുക. കാരണം ബയർക്ക് കുറഞ്ഞ റേറ്റിൽ ഇത് വാങ്ങാൻ പറ്റും അല്ലെ, ഈ കോൺട്രാക്ട് സൈൻ ചെയ്തത് കൊണ്ട് ബയർക്ക് കുറഞ്ഞ റേറ്റിൽ ഇത് വാങ്ങാൻ പറ്റും. സോ ബയറിന് പ്രോഫിറ്റ് ആണ്, ഗെയിൻ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്തു. ഇനി മാർക്കറ്റ് പ്രൈസ് കുറയുവാണെങ്കിലോ? മാർക്കറ്റ് പ്രൈസ് കുറയുവാണെങ്കിൽ ബയറിനെ സംബന്ധിച്ച് ലോസ് ആണ്. കാരണം എന്താ? കാരണം മാർക്കറ്റിലുള്ളതിനേക്കാളും കൂടിയ പ്രൈസിലാണ് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. സോ ആ പ്രൈസിൽ ബയറിന് വാങ്ങണം, സോ അവർക്ക് ലോസ് ആണ്. ക്ലിയർ ആയോ? എക്സാമ്പിൾ പറയണോ? എക്സാമ്പിൾ ഇട്ട് പറയണോ? ഓക്കെ, ഇപ്പോ കോൺട്രാക്ട് പ്രൈസ് 10 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കോൺട്രാക്ട് പ്രൈസ് 10 ആണ്. അതായത് ബയറിന്റെ കേസാണ് കേട്ടോ പറയുന്നത്. കോൺട്രാക്ട് പ്രൈസ് 10 ആണ്. 10ലാണ് അതായത് 10 രൂപയ്ക്ക് വാങ്ങാമെന്നാണ് ബയർ എഗ്രി ചെയ്തിരിക്കുന്നത്. ഓക്കെ, കറന്റ് മാർക്കറ്റ് പ്രൈസ് 15 ആയി. ഓക്കെ,
സോ ബയറെ സംബന്ധിച്ച് നമ്മൾ കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്തിരിക്കുന്നതുകൊണ്ട് 10 രൂപയ്ക്ക് ആ സാധനം കിട്ടും. മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ അതിന് 15 രൂപയാകും. ഇത് കോൺട്രാക്റ്റിൽ എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് 10 രൂപയ്ക്ക് കിട്ടും. സോ ബയറിനെ സംബന്ധിച്ച് മാർക്കറ്റ് പ്രൈസ് കൂടുമ്പോൾ 5 രൂപ ഗെയിൻ കിട്ടിയില്ലേ? കാരണം മാർക്കറ്റിൽ നിന്ന് വാങ്ങുക, അതായത് അവർക്ക് 10 രൂപയ്ക്ക് ഇത് വാങ്ങിയിട്ട് മാർക്കറ്റ് 15 രൂപയ്ക്ക് വിൽക്കാൻ പറ്റത്തില്ലേ? മനസ്സിലായോ? സോ ബയറിന് 5 ഗെയിൻ കിട്ടി. ഇനി ഇതേപോലെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 5 ആണെന്ന് വിചാരിക്കുക. 5 ആകുമ്പോ അതായത് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞു. മാർക്കറ്റ് പ്രൈസ് കുറയുമ്പോൾ ബയറിനെ സംബന്ധിച്ച് അവർക്ക് 10 രൂപ കൊടുത്ത് വാങ്ങണം. പക്ഷെ മാർക്കറ്റിൽ ഇത് 5 രൂപയ്ക്ക് അവൈലബിൾ ആണ്. പക്ഷെ അവർക്ക് 10 രൂപയ്ക്ക് വാങ്ങണം. സോ 5 രൂപ എന്ന് പറയുന്നത് അവർക്ക് ലോസ് അല്ലേ? ഇതാണ് പറഞ്ഞത്. ഇനി ഈ കോൺട്രാക്ട്, അത് ഫോർവേഡ് കോൺട്രാക്ട് എങ്ങനെയാണ്? അത് ഫോർവേഡ് കോൺട്രാക്ട് നമുക്ക് എന്താ പറയാ, ഓപ്ഷൻ ഒന്നും ഇല്ല. അതായത് വേണ്ടാന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. ഫോർവേഡ് കോൺട്രാക്ട് എക്സ്പയറി ഡേറ്റിൽ മാത്രമേ നമുക്ക്, എന്നാണോ എക്സ്പയറി ഡേറ്റ് ആ ഡേറ്റ് മാത്രമേ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? മെച്യൂരിറ്റി ഡേറ്റിലാണ് നമ്മൾ ഇതിന്റെ കോൺട്രാക്ട്, അതായത് ഫോർവേഡ് കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്ട്. ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാലും ഫോർവേഡ് കോൺട്രാക്റ്റുമായിട്ട് സിമിലർ ആണ്, സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഡിഫറെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്യൂച്ചർ കോൺട്രാക്ട് അതായത് എക്സ്ചേഞ്ചുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഒരു കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. അതാണ് ഫ്യൂച്ചറും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെയും ലോങ് പൊസിഷൻ ബൈ ചെയ്യുന്ന ആൾക്കാണ്, ഷോർട്ട് പൊസിഷൻ സെല് ചെയ്യുന്ന ആൾക്കാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അതായത് എപ്പോഴായിരിക്കും ഫ്യൂച്ചർ കോൺട്രാക്ട് ബൈ ചെയ്യുന്നത്? അതായത് ഫ്യൂച്ചറിൽ പ്രൈസ് കൂടിയാലോ എന്നുള്ള ചിന്തയുള്ള ആൾക്കാരാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് ബൈ ചെയ്യുന്നത്. അവർക്ക് ലോങ് പൊസിഷൻ ആയിരിക്കും. ഇനി ഫ്യൂച്ചറിൽ ഇതിലും പ്രൈസ് കുറഞ്ഞാലോ എന്ന് ഓർക്കുന്നവരാണ് ഷോർട്ട് പൊസിഷൻ. സോ അവരാണ് സെല് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, സോ ഫ്യൂച്ചർ കോൺട്രാക്ട്, ഇനിയിപ്പോ ഫ്യൂച്ചർ കോൺട്രാക്റ്റും ഫോർവേഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആ പറയുന്നത്. ഒന്ന്, ഫ്യൂച്ചർ കോൺട്രാക്ട് എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഫോർവേഡ് കോൺട്രാക്ട് ഓവർ ദി കൗണ്ടർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ളതാ. അതായത് രണ്ടാൾക്കാർ തമ്മിലുള്ള നെഗോഷിയേഷൻസ് ആണ് നടക്കുന്നത്. പക്ഷെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. കാരണം എക്സ്ചേഞ്ചിലാണല്ലോ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനൊരു ഫോർമാറ്റും അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. സോ ഫ്യൂച്ചർ കോൺട്രാക്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നെഗോഷിയേറ്റഡ് ബിറ്റ്വീൻ ദ കോൺട്രാക്ടിങ് പാർട്ടീസ് ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഓക്കെ, ഇനി ഫോർവേഡ് കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുന്ന എപ്പോഴാ? എക്സ്പയറി ഡേറ്റിലാണ് ഫോർവേഡ് കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചർ കോൺട്രാക്ടിനെ സംബന്ധിച്ച് ഫ്യൂച്ചർ കോൺട്രാക്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ നമ്മള് ഒരാളുടെ കയ്യിൽ നിന്ന്, അതായത് ബൈ ചെയ്യാന്ന് പറഞ്ഞ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റില് എഗ്രിമെന്റ് നടത്തി. ഓക്കെ, സെയിം എമൗണ്ട് സെയിം ക്വാണ്ടിറ്റി വേറൊരാളോട് സെല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ കോൺട്രാക്ട് ഓഫ്സെറ്റ് ആയിപ്പോയി. കാരണം അവിടുന്ന് അതേ എമൗണ്ട് തന്നെ മേടിച്ചു, അത് ഇവിടെ തിരിച്ചു കൊടുത്തു. സോ ഇവർക്ക് ലാഭമോ നഷ്ടമോ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെയാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്രെഡിറ്റ് റിസ്ക് ഏതിലാ? അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലും ഫോർവേഡ് കോൺട്രാക്റ്റിലും ഒക്കെയാണോ? റിസ്ക്
റിസ്ക് വരും. റിസ്കിന്റെ കാര്യം ഞാൻ പറയാം. റിസ്കിന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യം മനസ്സിലായോ? ഇവിടെ വരെയുള്ള കാര്യങ്ങൾ മനസ്സിലായോ? ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാല് ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഇതിന്റെ ഡിഫറൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് ഇത് കാണാതെ തന്നെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ തന്നെ എഴുതാൻ പറ്റിയ മനസ്സിലാക്കി വെച്ചാലും മതി. ഒന്ന്. പിന്നെ രണ്ടാമത്തത് ഇതിന്റെ ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, അതായത് ഫ്യൂച്ചറിന്റെ ഫോർവേഡിന്റെ ഒക്കെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഫോർവേഡിന്റെ ഫ്യൂച്ചറിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. പിന്നെ ഒരുപാടൊന്നും പഠിക്കണ്ട കേട്ടോ, ഒരു 3 വീതം രണ്ടിന്റെയും പഠിച്ചു വെച്ചാൽ മതി. അതായത് ഡിഫറൻസ് ആണെങ്കിൽ ഒരു 3 പഠിച്ചാൽ മതി. അവർ 2 ഒക്കെ എഴുതാൻ പറയുള്ളൂ നിങ്ങൾക്ക് എസ്സേയിൽ. സോ ഒരു എന്താ പറയാ, ഇനി ബേസിക് ആയിട്ട് 2 ടൈപ്പ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സും. ഓക്കെ, കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സും. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്മോഡിറ്റീസ് ഇല്ലേ, അതായത് എന്താ പറയാ, ഇപ്പം ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇടുന്നതാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കമ്മോഡിറ്റീസിന്റെ, അതായത് പ്രൊഡക്ട്സ്, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, അങ്ങനത്തെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനൊക്കെ വേണ്ടിയുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടോ? ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞേക്കാം. എന്തായാലും അതായത് a farmer expects to have 10,000 pounds of potatoes available to sell in 3 months time, but is concerned the price may decline during those 3 months. Okay, the farmer can hedge by selling 10,000 pounds of potato futures today. The price, അതായത് ഒരു ഫാർമർ, അയാൾക്ക് 10,000 pounds പൊട്ടറ്റോ ഉണ്ട്, അവൈലബിൾ ആണ്, 3 monthsനുള്ളിൽ അവൈലബിൾ ആണ്. അപ്പൊ അയാൾക്ക് ഇത് സെല്ല് ചെയ്യണം. പക്ഷെ ഇയാളുടെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല് 3 മാസം കൊണ്ട് ഇതിന്റെ വില കുറഞ്ഞാലോ എന്നൊരു ഡൗട്ട് അയാൾക്കുണ്ട്. ഓക്കെ, 3 മാസം കൊണ്ട് ഇതിന്റെ വില കുറഞ്ഞാലോ? അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാൾ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്യും. അതായത് 3 മാസം ആകുമ്പോൾ, അല്ലെങ്കിൽ ഈ ദിവസം 10,000 pound ഓഫ് പൊട്ടറ്റോ സെല്ല് ചെയ്തോളാം എന്ന് പറഞ്ഞൊരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ അയാൾ എഗ്രി ചെയ്യും. ഓക്കെ, അപ്പം ഇൻ കേസ് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞാലും അയാൾക്ക് ഈ പ്രൈസ് തന്നെ കിട്ടില്ലേ? മനസ്സിലായോ? അതായത് അങ്ങനെ എഗ്രിമെന്റ്, അതായത് ഫ്യൂച്ചർ കോൺട്രാക്ട് എടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ഇൻ കേസ് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞാലും അയാൾക്ക് നമ്മൾ എത്രയാണോ എഗ്രി ചെയ്തിരിക്കുന്നത് ആ പ്രൈസിൽ കിട്ടും. കണ്ടോ? വെദർ ദ ഫാർമർ ബെനിഫിറ്റ്സ്, എപ്പോഴാണ് ഫാർമർ ബെനിഫിറ്റ് ചെയ്യുന്നത്? അതായത് മാർക്കറ്റ് പ്രൈസ് നമ്മുടെ റേറ്റ്, കോൺട്രാക്ട് ചെയ്ത റേറ്റിനേക്കാളും കുറവാണ് എങ്കിൽ, കുറഞ്ഞാൽ അയാൾക്കത് ബെനിഫിറ്റ് ആണ്. ശരിയല്ലേ? അല്ല, ഇനി കൂടുതലാണെങ്കിൽ അയാൾക്കത് നഷ്ടമാണ്. ക്ലിയർ ആയോ? അതായത് 10 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അയാൾ വിൽക്കുന്ന സമയത്ത് മാർക്കറ്റിലെ പ്രൈസ് 15 ആണെങ്കിൽ അയാൾക്കത് നഷ്ടമാണ്. കാരണം ഒരു പൊട്ടറ്റോയ്ക്ക് ഒരു പൗണ്ട് പൊട്ടറ്റോയ്ക്ക് 15 രൂപ വെച്ച് കിട്ടിയേനെ മാർക്കറ്റിൽ കൊടുത്തിരുന്നെങ്കിൽ. പക്ഷെ അയാൾ കോൺട്രാക്ട് എഗ്രിമെന്റ് നടത്തിയത് കൊണ്ട് അയാൾക്ക് 10 രൂപയെ കിട്ടുള്ളൂ. സോ അയാൾക്കത്
അയാൾക്കത് നഷ്ടമാണ്. ഇനി നേരെ മറിച്ച് 5 രൂപയെ മാർക്കറ്റിലുള്ളൂ എങ്കിൽ അയാൾക്കത് ഗെയിൻ ആണ്. കാരണം എന്താ, മാർക്കറ്റ് കൊടുത്ത് 5 രൂപയെ കിട്ടുള്ളായിരുന്നു, അയാളെ എഗ്രിമെന്റ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ആക്കിയത് കൊണ്ട് അയാൾക്ക് 10 രൂപ കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് നടക്കുന്നത്. ഇനി ഇതിൽ പറയുന്നത് ഈ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത് റിസ്ക് ഇൻക്ലൂഡഡ് ആണ് അല്ലെ. ഫ്യൂച്ചർ കോൺട്രാക്റ്റില് റിസ്ക് ഇൻക്ലൂഡഡ് ആണ്. കാരണം എന്താ റിസ്ക് ഇൻക്ലൂഡഡ് ആണെന്ന് പറയാനുള്ള കാരണം എന്താ? അതായത് ഒരു ചെറിയ ചേഞ്ച്, പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ചെറിയ ചേഞ്ച് മതി നമുക്കൊരു ഗെയിനും ലോസും ആകാൻ അല്ലെ. അതായത് കോൺട്രാക്റ്റിലെ പ്രൈസിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വന്നാല് ഒന്നെങ്കിൽ അത് ഗെയിൻ ആകും അല്ലെങ്കിൽ ലോസ് ആകും. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ ഗെയിൻ ആൻഡ് ലോസ് ലിവറേജ് മാഗ്നിഫൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലുതാക്കുക എന്നാണ്. ഓക്കെ, അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ ഗെയിനും ലോസും റിസ്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്ന്. അതായത് പ്രൈസിലൊക്കെ ചേഞ്ചസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ ഗെയിൻ ആൻഡ് ലോസ്. ലിവറേജ് കൂടുതലാണ് അല്ലെങ്കിൽ ചേഞ്ച് കൂടുതലാണ് എങ്കിൽ അതിനനുസരിച്ച് ഈ ഗെയിനും ലോസും വലുതാവും. ഓക്കെ, ഈ ചേഞ്ച് പോസിറ്റീവ് ചേഞ്ച് ആണെങ്കിൽ ഗെയിൻ ആയിരിക്കും വലുതാവുക, നെഗറ്റീവ് ചേഞ്ച് ആണെങ്കിൽ ലോസ് ആയിരിക്കും വലുതാവുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് hedging to manage interest rate risk using financial futures and options and other strategies. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് മിനിമൈസ് ചെയ്യാൻ, മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണെന്നാണ്? ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ, മെച്യൂരിറ്റി മാച്ചിങ്, ഡ്യൂറേഷൻ ഹെഡ്ജിങ്, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറും ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷനും ഒക്കെ എന്താന്ന് വരുന്നുണ്ട്. പറയാത്തൊരു കാര്യം ഡ്യൂറേഷൻ ഹെഡ്ജിങ് ആണ്. ഡ്യൂറേഷൻ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഡൈവേഴ്സിഫിക്കേഷനെയാണ് ഡ്യൂറേഷൻ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് മിനിമൈസ് ചെയ്യാൻ ഡ്യൂറേഷൻ ഹെഡ്ജിങ് യൂസ് ചെയ്യും. അതായത് പല പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയില് ബെനിഫിറ്റ് ഉണ്ടാവും, മറ്റൊരു പോർട്ട്ഫോളിയോയില് ലോസ് ഉണ്ടാവും. സോ അത് ഓഫ്സെറ്റ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് ഡ്യൂറേഷൻ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. പിന്നെ മെച്യൂരിറ്റി മാച്ചിങ്ങും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ഒക്കെ എന്താന്ന് ഓൾറെഡി വലുതായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിന്റെ റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. അപ്പോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അതായത് നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാല്
പ്രൈസിന് എന്താ സംഭവിക്കുന്നത്? സെക്യൂരിറ്റീസിന്റെ പ്രൈസിന് എന്താ സംഭവിക്കുന്നത്? കുറയും അല്ലെ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാല് പ്രൈസ് കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാല് പ്രൈസ് കുറയും, സോറി പ്രൈസ് കൂടും. ശരിയല്ലേ? ഇൻട്രസ്റ്റ് റേറ്റും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ പ്രൈസ് കൂടും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഇൻട്രസ്റ്റ് റേറ്റും പ്രൈസും തമ്മിലുള്ളത്. അപ്പോ ഈ ഫ്യൂച്ചർ കോൺട്രാക്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരാള്, അതായത് ഒരു ബയറും സെല്ലറും സെയിം സംഭവം തന്നെയാണ്. ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു സാധനം വാങ്ങാമെന്നോ അല്ലെങ്കിൽ വിൽക്കാമെന്നോ എഗ്രി ചെയ്യാണ് ഒരു സെർട്ടൈൻ പ്രൈസിൽ. ഇവിടെ സെക്യൂരിറ്റി, സെർട്ടൈൻ സെക്യൂരിറ്റീസ് വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറയാണ് ഒരു സെർട്ടൈൻ പ്രൈസിൽ. അതായത് ബൈ ചെയ്യുന്ന ആള് വിചാരിക്കുന്നത് എന്താ? ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണെങ്കിൽ, ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണെങ്കിൽ ഇതിന്റെ പ്രൈസ് കൂടിയേക്കാം എന്നോർത്ത് ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത് അവരത് വാങ്ങാൻ തയ്യാറാകുന്നു. അതായത് ഫ്യൂച്ചർ കോൺട്രാക്ട് വാങ്ങാൻ തയ്യാറാകുന്നു. ഇനി മറ്റവരെന്താ ചെയ്യുന്നത്? ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് പ്രൈസ് കൂടിയാലോ എന്നോർത്ത്, സോറി ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി പ്രൈസ് കുറഞ്ഞാലോ എന്നോർത്ത് അവരുടെ സെക്യൂരിറ്റി ഒരു മിനിമം എമൗണ്ട് സെല് ചെയ്യാൻ വേണ്ടി അവർ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. ഡൗട്ടായോ? പറഞ്ഞ ഡൗട്ടായോ? ഒന്നുകൂടെ പറയണോ അത്? അതായത് രണ്ടാൾക്കാര്, ഒരാൾ വാങ്ങും, ഒരാൾ സെല്ലർ ആയിരിക്കും, ഒരാൾ ബയർ ആയിരിക്കും. ഓക്കെ, ഈ അസറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കും അസറ്റ്, ഇൻട്രസ്റ്റ് ഉള്ള സെക്യൂരിറ്റി ആയിരിക്കും ഇവർ പറയുന്ന, അതായത് ഫ്യൂച്ചർ കോൺട്രാക്ട് വെക്കുന്ന അസറ്റ്. ഈ കോൺട്രാക്ട്, ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺട്രാക്ട് ആണ്. ആ കോൺട്രാക്ട് പറയുന്നത് ഇന്ന ഒരു സാധനം വാങ്ങിക്കോളാം അല്ലെങ്കിൽ ഇന്ന ഒരു സാധനം ഇന്ന വിലക്ക് വിറ്റോളാം എന്നല്ലേ നമ്മൾ എഗ്രിമെന്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റില്. സോ ഇവിടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ബിയറിംഗ് അസറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിൽ കൂടി പ്രൈസ് കുറഞ്ഞാലോ എന്നോർത്ത് ഈ അസറ്റുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്യും, അതായത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വാങ്ങുന്ന ആൾക്കാർ എന്തായിരിക്കും വിചാരിക്കുന്നത്? ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് ഇതിന്റെ പ്രൈസ് കൂടിയാലോ എന്നോർത്ത് അവര് ഇപ്പോൾ ഉള്ള ഈ പ്രൈസ് വാങ്ങാം എന്ന് എഗ്രി ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നത് ഒരു ബാങ്കിന്റെ കേസാണ്. ബാങ്ക് ഷോർട്ട് ഹെഡ്ജ് ആയിട്ടിരിക്കുന്നത് ലോങ് ഹെഡ്ജ് ആയിട്ടിരിക്കുന്നതാണ് പറയുന്നത്. ഷോർട്ട് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഷോർട്ട് ഹെഡ്ജ് വരുന്നത് അല്ലെ? ഫ്യൂച്ചർ കോൺട്രാക്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഷോർട്ട് ഹെഡ്ജ് വരുന്നത്. ലോങ് ഹെഡ്ജ് വരുന്നത് ആരാ? റെസ്പോണ്ട് ചെയ്യണേ. ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത്, ഇവിടെ ഒരു ബാങ്കിന്റെ കേസ് പറയാണ്. ബാങ്കിന്റെ കേസാണേ, മോർഗേജ് ബാങ്ക്. ഓക്കെ, ആ ബാങ്കിന് ഫിക്സഡ് റേറ്റിലുള്ള ലോണുകളാണുള്ളത്. ഓക്കെ, ഫിക്സഡ് റേറ്റിലുള്ള ലോണുകളാണ് ഉള്ളത്. ഓക്കെ, ഈ ലോൺ എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ച് എന്താ? ബാങ്കിനെ സംബന്ധിച്ച് ലോൺ എന്ന് പറയുന്നത് അസറ്റ് ആണ് അല്ലെ?
ലോൺ എന്ന് പറയുന്ന അസറ്റ് ആണ്. കാരണം അവർക്ക് അതിന്ന് അതായത് ഈ ലോണിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് അവരുടെ വരുമാനം, ബാങ്കിന്റെ വരുമാനം. സോ ബാങ്കിനെ സംബന്ധിച്ച് ലോൺ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. ഇനി അവരുടെ ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്ന ലയബിലിറ്റി ആണ്. ഓക്കെ, ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. അപ്പം ഈ ലയബിലിറ്റീസ് അതായത് ഡെപ്പോസിറ്റ്സിന് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്, അതായത് വേരിയബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എന്ന് വിചാരിക്കുക, റൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എന്ന് വിചാരിക്കുക. അപ്പൊ ബാങ്കിനെ സംബന്ധിച്ച് എന്താ സംഭവിക്കുക? ബാങ്കിനെ സംബന്ധിച്ച് എന്താ സംഭവിക്കുക? അതായത് ബാങ്കിന് കിട്ടുന്ന എമൗണ്ട് കുറവാണ്, ബാങ്കിന് കൂടുതൽ ക്യാഷ് കൊടുക്കേണ്ടി വരും. ശരിയല്ലേ? അപ്പം ഈ സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് എന്ത് ചെയ്യുമെന്നറിയാവോ? ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റില് അതായത് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. ഫ്യൂച്ചർ കോൺട്രാക്ട് സെല്ല് ചെയ്യാന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. ഓക്കെ, ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ സെല്ല് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ബാങ്കിനുണ്ടാകുന്ന ട്രഷറി ബോണ്ടുകളൊക്കെയാണ്. മനസ്സിലായോ? അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക് എന്ത് ചെയ്യും? ഓൾറെഡി ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റില് സൈൻ ചെയ്യും. അതായത് എന്താ ഇതുപോലത്തെ സിമിലർ അല്ല ട്രഷറി ബോണ്ട് ഒക്കെ പോലത്തെ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എഗ്രിമെന്റ് അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുമെന്നാ പറഞ്ഞേ. സോ ഈ ബാങ്കിന്റെ കയ്യിലുള്ള ഇങ്ങനത്തെ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് ആക്ച്വൽ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയല്ലേ? ആക്ച്വൽ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ബാങ്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എഗ്രിമെന്റ് എൻ്റർ ചെയ്തത് കൊണ്ട് ഒരു ഫിക്സഡ് എമൗണ്ട് അവർക്ക് കിട്ടില്ലേ? അതായത് ഇപ്പൊ പ്രൈസ് കുറയുവാണ്, പക്ഷെ അതിനേക്കാൾ കൂടിയ വിലക്ക് ബാങ്കിന് സെയിൽ ചെയ്യാൻ പറ്റില്ലേ? മനസ്സിലായില്ല? ഓക്കെ, അതായത് ആദ്യത്തെ കേസ് മനസ്സിലായോ? അസറ്റിന്റെ ലയബിലിറ്റിന്റെ കാര്യം പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം ബാങ്കിന് പൈസ കൂടുതൽ പോകും, പക്ഷെ ബാങ്കിന്റെ അടുത്ത് വേറെ പൈസ ഒന്നും ഇല്ല. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? അതായത് ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുവാണല്ലോ, അതുകൊണ്ട് സെക്യൂരിറ്റിയുടെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഒരാളായിട്ട് എഗ്രിമെന്റ് നടത്തും. അതായത് ഇത്ര സെക്യൂരിറ്റീസ് സെല്ല് ചെയ്തോളാന്ന് പറഞ്ഞ് ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യും. അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും. ഓക്കെ, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാളോട് നല്ല എക്സാമ്പിൾ എടുക്കാം. അതായത് കോൺട്രാക്ട് പ്രൈസ് 10 രൂപ എന്ന് എടുക്കുവാണേ, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ സിമ്പിൾ പ്രൈസ് എടുക്കുന്നത്. സോ 10 രൂപയ്ക്ക് ട്രഷറി ബോണ്ട് സെല്ല് ചെയ്യാന്ന് പറഞ്ഞ് ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു ബാങ്ക്. ഓക്കെ, ഇത് കോൺട്രാക്ട് പ്രൈസ് ആണ്. കോൺട്രാക്ട് പ്രൈസ് 10 രൂപ. ഇപ്പൊ കറന്റ്ലി
ഇൻട്രസ്റ്റ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ മാർക്കറ്റ് പ്രൈസ്, അതായത് ഇതുപോലത്തെയുള്ള സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് പ്രൈസുകൾ കുറവായിരിക്കും. ശരിയല്ലേ? ഇൻട്രസ്റ്റ് കൂടുമ്പോൾ സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് പ്രൈസ് കുറയും. സോ മാർക്കറ്റിൽ ഈ സാധനം 5 രൂപയ്ക്കായിരിക്കും അവൈലബിൾ. അപ്പൊ ഈ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? 5 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ലേ? ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയില്ല പറഞ്ഞത്? ഇനിയും പറഞ്ഞു തരണോ ഇത്? റെസ്പോണ്ട് ചെയ്യണേ പ്ലീസ്. അപ്പം ഈ 5 രൂപ ഇവർക്ക് ലാഭം കിട്ടി. ആ പൈസ ഉപയോഗിച്ച് ആദ്യം ഉണ്ടായ ലോസ് സെറ്റ് ഓഫ് ചെയ്ത് കളയത്തില്ലേ ബാങ്കിന്? ഓക്കെ, ഇതാണ് ആദ്യത്തെ സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, അതായത് ഇത് ബാങ്ക് എപ്പോഴാണ് ഒരു ഷോർട്ട് ഹെഡ്ജ് അല്ലെ ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്ട് സെല്ല് ചെയ്യുന്നത് എന്നുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. മനസ്സിലായോ? ഇനി ബാങ്ക് എപ്പോഴാണ് ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ആദ്യത്തെ ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തത്, എപ്പോഴാണ് ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ബൈ ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോ ബാങ്കിന്റെ ഡെപ്പോസിറ്റുകള് ഫിക്സഡ് റേറ്റിലുള്ളതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബാങ്കിന്റെ ഡെപ്പോസിറ്റുകള് ഫിക്സഡ് റേറ്റിലുള്ളതാണ്. ബാങ്കിന്റെ ലോണുകള് വേരിയബിൾ റേറ്റിലുള്ളതാണ്. ക്ലിയർ ആയോ? ബാങ്കിന്റെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ച് ലയബിലിറ്റി. ബാങ്കിന്റെ ലയബിലിറ്റി ഫിക്സ്ഡ് ആണ്. ബാങ്ക് കൊടുത്തിരിക്കുന്ന ലോണ് വേരിയബിൾ റേറ്റിലുള്ളതാണ്. ദാറ്റ് മീൻസ് അതായത് ബാങ്കിന് കിട്ടുന്ന അസറ്റ്, അത് ബാങ്കിന്റെ അസറ്റ് ആണ് ലോണ്. ആ ലോണിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണ്. അപ്പൊ ഇൻ കേസ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോ എന്താ സംഭവിക്കുന്നത്? വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ, ഗെയിൻ അല്ല, അതിനേക്കാളൊക്കെ മുന്നേ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോ ഗെയിൻ എങ്ങനെയാ ഉണ്ടാവുന്നേ? അതായത് ബാങ്ക് കൊടുക്കേണ്ട എമൗണ്ട്, ഡെപ്പോസിറ്റിന് കൊടുക്കേണ്ടത് ഫിക്സ്ഡ് എമൗണ്ട് ആണ്. ബാങ്കിന് ലോണിൽ നിന്ന് കിട്ടുന്നതാണ് വേരിയബിള്. സോ ലോസ് അല്ലേ വരുന്നേ? ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോ ലോസ് അല്ലേ? കാരണം ലോണിൽ നിന്ന് കിട്ടുന്നത് വേരിയബിൾ ഇൻട്രസ്റ്റ് ആണ്. സോ കുറവാണ് കിട്ടുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ അതും കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ അതും കൂടും. സോ കുറയുന്ന സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ എമൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കുറവാണ്, പക്ഷേ ഫിക്സ്ഡ് എമൗണ്ട് അവർക്ക് പേ ചെയ്യേണ്ടി വരും. ഡെപ്പോസിറ്റേഴ്സിന് ഫിക്സ്ഡ് എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? കുറച്ച് ട്രഷറി ബോണ്ട്സ് അല്ലെങ്കിൽ ട്രഷറി ബിൽസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്റ്റില് അത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യും. അതായത് ഇപ്പം കോൺട്രാക്ട് പ്രൈസ് 10 രൂപ ആണ് കോൺട്രാക്ട് പ്രൈസ്. അപ്പം 10 രൂപയ്ക്ക്
കോൺട്രാക്ട് പ്രൈസ് 10 രൂപ. കോൺട്രാക്ട് പ്രൈസ് 10 രൂപ. അപ്പൊ 10 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരാളുമായിട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ആൻഡ് കറന്റ് മാർക്കറ്റ് പ്രൈസ് 15 ആണ്. കാരണം എന്താ? കറന്റ് മാർക്കറ്റ് പ്രൈസ് 15 ആവാനുള്ള കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണ്. സോ മാർക്കറ്റ് പ്രൈസ് കൂടും. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 15 ആണ്. ഓക്കെ. സോ ബാങ്ക് എന്ത് ചെയ്യും? 10 രൂപയ്ക്കാണ് ബാങ്ക് വാങ്ങാന്ന് പറഞ്ഞിരിക്കുന്നത്. സോ 10 രൂപയ്ക്ക് ബാങ്ക് വാങ്ങിയിട്ട് 15 രൂപയ്ക്ക് ബാങ്ക് മാർക്കറ്റിൽ അത് വിൽക്കും. സോ 5 രൂപ അവിടെ പ്രോഫിറ്റ് വന്നു. ആ പ്രോഫിറ്റ് ഉപയോഗിച്ച് അവിടെ വന്ന ലോസ് സെറ്റ് ഓഫ് ചെയ്യും. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഇന്നത്തെ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഹലോ, ഓക്കെ. സോ താങ്ക് യു. എന്താണ്